വെൽക്കം ടു ടെക് പി എസ് സി. ഇന്ന് നമ്മൾ ബേസിക് ഇലക്ട്രിക്കലിൻ്റെ രണ്ടാമത്തെ സെഷനിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഏതാണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്ന് നോക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ഓക്കെ, നമ്മൾ ജനറലി അതിന് റെസിസ്റ്റൻസ് ലോസ് എന്ന് പറയും. ഓക്കെ, റെസിസ്റ്റൻസ് ലോസ്, അത് റെസിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നിൻ്റെ ലോസ് ആണ്. എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് റെസിസ്റ്റൻസ് ഇരിക്കുന്നത് എന്നുള്ളത്, ഒരു കണ്ടക്ടറിൻ്റെ ഓക്കെ അതിൻ്റെ റെസിസ്റ്റൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുക. രണ്ടാമത് റെസിസ്റ്റിവിറ്റി, അത് കഴിഞ്ഞ് കണ്ടക്ടിവിറ്റി. ഓക്കെ, നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞു, അപ്പോൾ എന്താണ് റെസിസ്റ്റിവിറ്റി, അതുപോലെ നമ്മൾ കണ്ടക്റ്റൻസും പറഞ്ഞു, അപ്പോൾ എന്താണ് കണ്ടക്ടിവിറ്റി. ഇതാണ് നമ്മൾ അടുത്ത് പോകുന്ന ടോപ്പിക്ക്. പിന്നെ വരുന്നത് എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്. ഓക്കെ, അതായത് നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ കൊണ്ട് റെസിസ്റ്റൻസിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഓംസ് ലോയിൽ പറഞ്ഞു എന്താണ്, ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കറണ്ട് ചേഞ്ച് ചെയ്യും. ഇതിൻ്റെ ഒരു എന്താണ് ഗ്രേഡിയൻ്റ് ആണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. ഇതിനൊരു കോൺസ്റ്റന്റ് വാല്യൂ, ഇതിന് ഈ ഒരു ഇക്വേറ്റിങ്ങിനെ അല്ലെങ്കിൽ ഈ ഒരു ഒരു റിലേഷനെ ഇക്വേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മാറ്റുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഡെറിവേറ്റീവായിട്ട് എടുക്കുന്ന ഒരു ഏരിയയാണ് റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് പിന്നെ അതുപോലെ ടെമ്പറേച്ചറിൻ്റെ എന്താണ് എഫക്റ്റ്, റെസിസ്റ്റൻസിൽ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ്, അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഓംസ് ലോയിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ വേരിയേഷൻ ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ, അതായത് നമുക്കൊരു റെസിസ്റ്റർ ഉണ്ട് അല്ലെങ്കിൽ കുറച്ചധികം റെസിസ്റ്റൻസസ് ഉണ്ട്, അതിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് സീരീസ് ആയിട്ടും പാരലായിട്ടും കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആ ടോപ്പിക്കിൽ പറയുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് കുറച്ച് MCQ ക്വസ്റ്റ്യൻസും വരും. ഓക്കെ, നമ്മുടെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കാം. സോ ഫസ്റ്റ് പറയുന്നത് എന്താണ്, റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ട് അതിനെ റെസിസ്റ്റൻസ് ലോസ് എന്ന് പറയുന്നത്, വേറൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ എന്താണ് ഈ റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ജനറലൈസ് ചെയ്തൊരു പേര് റെസിസ്റ്റൻസ് ലോസ് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലായിടത്തും ഇപ്പോൾ നമ്മൾ ബിടെക്കാരൊക്കെ പഠിക്കുമ്പോൾ അവർ റെസിസ്റ്റൻസ് ലോസ് എന്നും പറഞ്ഞ് പഠിക്കുന്നുണ്ടാവില്ല. പക്ഷേ ചില ടെക്സ്റ്റുകളിലൊക്കെ റെസിസ്റ്റൻസ് ലോസ് എന്ന് പറഞ്ഞാൽ മെൻഷൻ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും പറയുന്നത് എന്താ, റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ എന്നുള്ള രീതിയിൽ ഒരു പ്ലെയിൻ ഒരു ടോപ്പിക്കായിട്ടായിരിക്കും നമ്മളത് പഠിക്കുക, എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, സോ ഇപ്പം ലോസ് എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ, ഇത് ലോ ഓഫ് ലെങ്ത് അല്ലെങ്കിൽ ലോ ഓഫ് ഏരിയ അല്ലെങ്കിൽ ലോ ഓഫ് നേച്ചർ ഓഫ് കണ്ടക്ടർ അല്ലെങ്കിൽ ലോ ഓഫ് ടെമ്പറേച്ചർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നാലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പറയാം. നമ്മൾ ഇതിനെല്ലാം കൂടെ ഒറ്റ ഇതായിട്ടാണ് പറയുന്നത്. ഓക്കെ, കാരണം ഒരു കണ്ടക്ടർ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഓൾ ടുഗദർ ആയിട്ടായി പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ പ്ലെയിൻ ആയിട്ട് പറയുവാണെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ, ഓക്കെ, ഇറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. അതുപോലെ എന്താ, ഇറ്റ് വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ. അതുപോലെ എന്താണ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ കണ്ടക്ടർ. അതുപോലെ എന്താണ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ ഓഫ് ദ കണ്ടക്ടർ. ഈ 4 കാര്യങ്ങളാണ്, ഈ 4 ഫാക്ടേഴ്സാണ് നമ്മൾ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതിനെ എന്താ പറയുക, അതിനെ നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ നിർണ്ണയിക്കുന്ന 4 ഘടകങ്ങളാണ് ഈ ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതുപോലെ നേച്ചർ ഓഫ് കണ്ടക്ടർ അല്ലെങ്കിൽ അതിൻ്റെ എന്ത് ആണ് അതിൻ്റെ പ്രോപ്പർട്ടി, ആ കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടി, അത് പിന്നെ അതുപോലെ അതിൻ്റെ ടെമ്പറേച്ചർ. ഓക്കെ, ഈ 4 ഫാക്ടേഴ്സ്. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ ഈ 4 ഘടകങ്ങളെ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ഓരോ ലോ ആയിട്ട് പറയാം. നമുക്കെല്ലാം കൂടെ ഒറ്റ ഇതായിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, പറയുമ്പോൾ എന്താണ്, ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. നമുക്കൊരു കണ്ടക്ടർ തന്നിട്ടുണ്ട്, അതിൻ്റെ ലെങ്ത്തിനെ ബേസ് ചെയ്ത്, ഇതൊരു കണ്ടക്ടറാണെന്നിരിക്കട്ടെ, ഇതിൻ്റെ ലെങ്ത്തിനെ ബേസ് ചെയ്തായിരിക്കും ഓക്കെ അതിൻ്റെ ടെമ്പറേച്ചർ അതിൻ്റെ റെസിസ്റ്റൻസ് ഇരിക്കുക. അതുപോലെ എന്താണ്, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ആ ഒരു വയർ അല്ലെങ്കിൽ ആ ഒരു കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ബേസ് ചെയ്തും ആ കണ്ടക്ടർ മാറും. അതുപോലെ എന്താണ്, നേച്ചർ, എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഓരോ മെറ്റീരിയലിൻ്റെയും എന്താണ് നേച്ചർ വേറെയാണ്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ എന്താണ്, ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ടും ഇത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടറിൽ പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ലെങ്ത്തിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, ലെങ്ത്ത് ഇതിനെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ലെങ്ത്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ എന്താണ്, ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ചിട്ട്, ഓക്കെ, അതായത് ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താ, അതിൻ്റെ റെസിസ്റ്റൻസും കൂടും. അതാണ് ആ ഒരു ഫാക്ടർ പറയുന്നത്. ഇനി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ
എന്താണ് കൂടുകയാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കുറയും. അതുപോലെ എന്താണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുകയാണെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, 1/a എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1/a എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അത് കൂടുമ്പോഴത്തേക്കും ഏരിയ കൂടുമ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് കുറയണം. അതുപോലെ നമ്മുടെ ഏരിയ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടണം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറഞ്ഞത്? നമ്മുടെ കഴിഞ്ഞ സെഷൻ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ എന്തായിരുന്നു? റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു കണ്ടക്ടറിൽ കൂടെ ഉണ്ടാവുന്ന ഒരു കറണ്ട് ഫ്ലോ, അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ഈ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അതായത് ഒരു തടസ്സം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ. ഓക്കെ, തടസ്സം അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്ന എന്താണ്? നമ്മുടെ ട്രാഫിക് ബ്ലോക്ക് അല്ല നമുക്ക് മൈൻഡിൽ ആദ്യം വരാം. ഓക്കെ, നമ്മളിപ്പോൾ നമ്മൾ MG റോഡിൽ കൂടെ ട്രാവൽ ചെയ്യാണ്. ഓക്കെ, എൻ്റെ വീട് പേരൂർക്കടയ്ക്ക് അടുത്താണ്. അപ്പോൾ നമ്മൾ പേരൂർക്കടയിൽ നിന്ന് ഈസ്റ്റ് ഫോർട്ടിലേക്ക് ഞാൻ പോവുകയാണെന്നിരിക്കട്ടെ. വരുന്ന വഴിയിൽ ഞാൻ മെയിൻ റോഡ് എടുക്കുകയാണ്. മെയിൻ റോഡ് ഇപ്പോൾ പേരൂർക്കടയിൽ നിന്ന് ഇപ്പോൾ ഈസ്റ്റ് ഫോർട്ട് വരെ ഒരു 10 കിലോമീറ്റർ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഈ 10 കിലോമീറ്റർ ഞാൻ സഞ്ചരിക്കുന്ന അതിൻ്റെ ലെങ്ത്ത്. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത്ത് കൂടുന്തോറും എന്താണ്, എനിക്ക് റെസിസ്റ്റൻസ് കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുകയല്ല, ബ്ലോക്കുകൾ നേരിട്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ പേരൂർക്കടയിൽ നിന്നുള്ള ഈസ്റ്റ് ഫോർട്ടിലേക്ക് സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന തിരക്കല്ല അമ്പലമുക്കിൽ നിന്നോ അല്ലെങ്കിൽ വെള്ളയമ്പലത്തു നിന്നോ ഈസ്റ്റ് ഫോർട്ടിലേക്ക് സഞ്ചരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകും. കാരണം എന്താ, ലെങ്ത്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കുറഞ്ഞു. അപ്പോൾ എന്താ, ലെങ്ത്ത് കുറയുന്നതിനനുസരിച്ചിട്ട് എന്താണ്, റെസിസ്റ്റൻസ് കുറഞ്ഞു. എന്നാൽ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച്, അതായത് ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്താ, നമ്മുടെ റെസിസ്റ്റൻസ് കൂടുകയാണ് അവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, നമ്മൾ രാവിലെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കോളേജിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ പോകുന്ന സമയത്ത് ഉള്ള ആ ഒരു ബ്ലോക്ക് അത് ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ദൂരം കൂടുന്തോറും എന്താ, നമുക്ക് ആ തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലോ അങ്ങ് പ്രോപ്പറായിട്ട് നടക്കില്ല. ഇനി അതേപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നു. അതായത് ഏരിയ കൂടുതലാണെന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കുറവും, ഏരിയ കുറവാണ് എന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കൂടുതലുമാണെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ചെറിയ റോഡിൽ കൂടെ നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു ചെറിയ റോഡിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ, നമുക്ക് യാത്ര ഭയങ്കര ദുർഘടമായിരിക്കും. കാരണം ആ ബ്ലോക്ക് മാറാൻ ഒരുപാട് സമയമെടുക്കും. എന്നാൽ റോഡ് ഇച്ചിരി വലുതാണെന്നിരിക്കട്ടെ, അത്ര പെട്ടെന്ന് നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവില്ല. ഇനി അഥവാ ഉണ്ടായാലും പെട്ടെന്ന് അത് സോൾവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഓക്കെ, ജസ്റ്റ് അങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു തിരക്കിന്റെ കാര്യം തന്നെ ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ റോഡിന്റെ വീതി കൂടുന്നതിനനുസരിച്ചിട്ട് തിരക്ക് കുറയുകയല്ലേ ചെയ്യുക. ഇപ്പം നമ്മുടെ സാധാരണ റോഡ് ഇപ്പോൾ ഒരു 15-20-30 മീറ്റർ ഉണ്ടെന്നിരിക്കട്ടെ. അതേസമയം ഹൈവേ എന്ന് പറയുമ്പോഴത്തേക്ക് 60 മീറ്റർ വീതിയാണെന്നിരിക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ ഹൈവേയിൽ അല്ലേ തിരക്ക് കുറയുക. ഓക്കെ, നമ്മുടെ ബാക്കി ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്, ഇല്ലെന്നുള്ളതല്ല. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മൾ ആ വലിപ്പത്തിന്റെ രീതിയിൽ ചിന്തിച്ച് നോക്കിയാൽ അപ്പോൾ റോഡിന്റെ വീതി കൂടുന്നതിനനുസരിച്ചിട്ട് എന്താ, തിരക്ക് കുറയുകയാണ്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുക. ഇനി നിങ്ങൾ ഒരു പൈപ്പിന്റെ കാര്യത്തിൽ തന്നെ ചിന്തിക്കുക. ഇപ്പം മെക്കാനിക്കൽ വർക്കാണെന്നുണ്ടെങ്കിൽ പൈപ്പ്, വെള്ളത്തിന്റെ ഫ്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കാനായിരിക്കും എളുപ്പം. അങ്ങനെയാണെങ്കിൽ ചിന്തിച്ച് നോക്കിയാൽ, നമ്മളൊരു ഒരു വലിയൊരു പൈപ്പ്, ഒരു ചെറിയൊരു പൈപ്പ്, ഈ രണ്ടിലൂടെയും വെള്ളം ഒഴുകുന്നുണ്ട്. പക്ഷേ വലിയ ഏരിയ കൂടുന്നുള്ള പൈപ്പിൽ കൂടെ കുറച്ചുകൂടെ സുഖമായിട്ട് പോകും. അതേസമയം ഏരിയ കുറഞ്ഞ പൈപ്പിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇതായിരിക്കില്ല. കാരണം പ്രഷർ ചിലപ്പം കൂടുതലായിരിക്കും, ഇല്ലേ? മറ്റേതൊന്നും അത്രയും പ്രഷർ വരത്തില്ല. ഇപ്പൊ പ്രഷറും റെസിസ്റ്റൻസും ഞാൻ ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്ത് പറഞ്ഞു എന്നുള്ള എക്സാക്ട് അല്ല, എന്നിരുന്നാലും ഞാൻ പറയുകയാണ്. ഓക്കെ, ഏരിയ കൂടുമ്പോഴത്തേക്ക് അതിനുള്ള ആ ഒരു നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് അത് ഫ്ലോ ചെയ്യും. അതേസമയം ഏരിയ കുറവാണെങ്കിൽ അത്ര ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ റെസിസ്റ്റൻസ് ഇരിക്കുന്നത്. ഇനി അടുത്ത് വരുന്നത് എന്താണ്, നേച്ചർ ഓഫ് ദ കണ്ടക്ടർ. നേച്ചർ ഓഫ് ദ കണ്ടക്ടർ എന്ന് പറയുമ്പോൾ എന്ത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു മെറ്റീരിയൽ നല്ലൊരു കണ്ടക്ടർ ആണോ അല്ലയോ എന്ന് പറയുന്നത് എന്താണ്, അതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഒരു സ്വീകാര്യത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഈസിനെസ്സിനെയാണ് നമ്മൾ എപ്പോഴും പറയുക. ഇപ്പോൾ നമുക്കറിയാം എല്ലാ കണ്ടക്ടേഴ്സിൽ കൂടെയും കറണ്ട് പോകും. പക്ഷേ എല്ലാ കണ്ടക്ടേഴ്സും നല്ല കണ്ടക്ടറാണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഏതാ, അലുമിനിയം അല്ലെങ്കിൽ കോപ്പറൊക്കെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം എന്താ, അതിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, ആ ഇതിൻ്റെ നേച്ചറിനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുക. ഓക്കെ, റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. നമ്മൾ അടുത്ത ടോപ്പിക് അതാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ റെസിസ്റ്റൻസിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മളെ റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ, ഒപ്പോസിങ് ഫോഴ്സ് ആണ്. അതേസമയം റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആ ഒരു കണ്ടക്ടർ അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ കൊടുക്കുന്നു, അത് അതിൻ്റെ സ്വഭാവമാണ്, ആ മെറ്റീരിയലിൻ്റെ സ്വഭാവമാണ് ആ കാണിക്കുന്നത്. ഓക്കെ, ആ സ്വഭാവത്തിന് പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. നമുക്ക് കൂടുതൽ ആ ടോപ്പിക്കിലേക്ക് പോകുമ്പോഴത്തേക്ക് പറയാം. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇനിയുള്ള എന്താ, ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൽ വേരിയേഷൻ വരും.
ഓക്കെ, അതെങ്ങനെ കൂടുന്നു എന്നുള്ളത് നമുക്ക് ആ ടോപ്പിക്ക് പറയുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നാലും ഇപ്പോൾ നമ്മൾ ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി, ടെമ്പറേച്ചറിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ബേസ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഒരു ചെറിയൊരു നമുക്കൊരു പ്രൊപ്പോർഷണാലിറ്റി നമുക്കതിൽ ഡിറൈവ് ചെയ്യാം. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന അതാണ്, നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ, റെസിസ്റ്റൻസ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. അങ്ങനെയല്ല നമ്മൾ പറയുന്നത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഇതൊരു പ്രൊപ്പോർഷണാലിറ്റിയാണ്. അപ്പോൾ ഏതൊരു പ്രൊപ്പോർഷണാലിറ്റിയും പോലെ അത് മാറണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു കോൺസ്റ്റന്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റന്റിന് നമ്മൾ റോ എന്നൊരു പേര് കൊടുക്കും. അതാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുക. ഓക്കെ, സോ ഇതാണ് നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, R will be directly proportional at L and inversely proportional to A, and when the proportionality is removed and when we form a equation with this proportionality, ഈ R എന്ന് പറയുന്ന നമ്മൾ റോ L by A എന്ന് പറയും. ആ റോ എന്ന് പറയുന്ന ആ ഒരു ലെറ്ററിന് അല്ലെങ്കിൽ ആ ഒരു സിമ്പിളിന് പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിസ്റ്റിവിറ്റി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, റെസിസ്റ്റിവിറ്റി, ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞ ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആണ്. ആ ഏത് കണ്ടക്ടറാണ് നമുക്ക് തന്നിരിക്കുന്നത് അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഒപ്പോസിങ് ഫോഴ്സിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് റെസിസ്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞത് ഒപ്പോസിങ് ഫോഴ്സ് ആണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. ഇത് ആ ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടാവാനുള്ള റീസൺ, ആ ഒരു പ്രോപ്പർട്ടി, എന്തുകൊണ്ടാണ് ആ ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടാകുന്നത്, ആ ഒരു പ്രോപ്പർട്ടിയെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുക. ഓക്കെ, അതിൻ്റെ സ്വഭാവം, ഈ ഒപ്പോസിങ് കാണിക്കുന്ന ആ സ്വഭാവത്തിനെയാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുക. ഓക്കെ, ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ക്വാണ്ടിഫൈസ് ഹൗ സ്ട്രോങ്ലി ഇറ്റ് റെസിസ്റ്റ് ദ ഫ്ലോ ഓഫ് കറണ്ട്. ഇങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റിയുടെ ഡെഫിനിഷൻ നമ്മൾ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഓഫ് യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ആൻഡ് യൂണിറ്റ് ലെങ്ത്. ഓക്കെ, അതെന്താ പറയുന്നത്, യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ആൻഡ് യൂണിറ്റ് ലെങ്ത്. അതായത് നമ്മൾ നേരത്തെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊപ്പോർഷണാലിറ്റി. ഓക്കെ, പ്രൊപ്പോർഷണാലിറ്റി പറയുമ്പോഴത്തേക്കും R is equal to R is directly proportional to L by A. അത് കഴിഞ്ഞിട്ട് R is equal to rho L by A എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഈ റോ L by Aയിൽ ഈ എല്ലിൻ്റെ വാല്യൂ നമ്മളിവിടെ പറഞ്ഞത്, ഈ ഡെറിവേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനിഷനിൽ നമ്മൾ പറഞ്ഞത് യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞു. യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ 1 മീറ്റർ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇനി യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ, ആ കണ്ടക്ടറിന് യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയയും 1 മീറ്റർ സ്ക്വയർ. അപ്പോൾ 1 മീറ്റർ ലെങ്ത് ഉള്ള 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു കണ്ടക്ടർ ആണെന്ന് ഇരിക്കട്ടെ. അതിൻ്റെ റെസിസ്റ്റൻസ് ആയിരിക്കും, അതിൻ്റെ റെസിസ്റ്റൻസിന് ഇക്വലൻ്റ് ആയിരിക്കും ആ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റി. അല്ലെങ്കിൽ 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ സ്ക്വയർ ക്രോസ് സെക്ഷണൽ ഏരിയയുമുള്ള ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ റെസിസ്റ്റൻസിന് ഇക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, കാരണം R വിൽ ബി, ഇവിടെ 1/1 നമുക്ക് ക്യാൻസൽ ഔട്ട് ആകുമ്പോൾ R വിൽ ബി ഈക്വൽ ടു റോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള ഒരു കണ്ടക്ടർ ഉണ്ട്. അതിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. ആ കിട്ടുന്ന വാല്യൂ ആയിരിക്കും അതിൻ്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. കാരണം ആ സമയത്ത് ആറും റോയും സെയിം ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെയും നമുക്ക് പറയാം, ഇതിനെ ഡിഫൈൻ ചെയ്യാം. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണെന്ന് നമ്മൾ പറഞ്ഞു, ക്ലാസ്സിൽ പറഞ്ഞു. ഒരു പെർ മീറ്ററും കൂടെ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, സോറി, പെർ മീറ്റർ അല്ല, ഇതിൻ്റെ കൂടെ ഓം മീറ്റർ എന്നാണ് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ റോ L by A എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ഇനി റോയുടെ ഇക്വേഷൻ നമുക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഈ ഇക്വേഷനിൽ എയിനെ എല്ലിനെയും അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് റോയുടെ വാല്യൂ എന്താണെന്നുള്ളത് കിട്ടും. അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ R into A by L എന്നാണ് നമുക്ക് കിട്ടുക. R into A by L. ഇതിൽ ആറിൻ്റെ യൂണിറ്റ് ഓം. ഇനി എയുടെ ലെങ്ത്, എ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മീറ്ററിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അല്ലേ, അപ്പോൾ നമ്മൾ മീറ്റർ സ്ക്വയർ എന്നുള്ള രീതിയിൽ നമ്മളത് പറയും. ഇനി ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. ഓക്കെ, അപ്പോൾ മീറ്റർ, ഈ മീറ്ററും മീറ്റർ സ്ക്വയറും കൂടെ ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടെ മീറ്റർ കിട്ടും. സോ ഫൈനലി
റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. ഓക്കെ, ഓം മീറ്റർ ആണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമുക്കൊരു യൂണിറ്റ് നമുക്ക് ഇങ്ങനെയും കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നും ഇതിനൊരു പേരുണ്ട്. നമ്മുടെ റെസിസ്റ്റിവിറ്റിക്ക് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റിവിറ്റി എന്ന് മാത്രമല്ല, ചിലപ്പോൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. ഓക്കെ, സോ അതും നോക്കിക്കോളുക. ഇനി അടുത്ത് വരുന്നത് റിലേറ്റീവ് ആയിട്ട് തന്നെ ഒരു ടോപ്പിക്കാണ് കണ്ടക്ടിവിറ്റി. ഓക്കെ, നമ്മൾ റെസിസ്റ്റിവിറ്റി പറഞ്ഞു, റെസിസ്റ്റൻസ് ആദ്യം പറഞ്ഞു, അതിൻ്റെ കൂടെ നമ്മൾ കണ്ടക്റ്റൻസ് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ റെസിസ്റ്റിവിറ്റി പറഞ്ഞു. അപ്പോൾ അടുത്ത് വരേണ്ട ഏതാണ്? കണ്ടക്ടിവിറ്റി. സ്വാഭാവികമായിട്ടും കണ്ടക്ടിവിറ്റി പറയണം. ഓക്കെ, സോ കണ്ടക്ടിവിറ്റി നമ്മൾ കണ്ടക്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ജി എന്ന് നമ്മൾ മെൻഷൻ ചെയ്തു. ആൻഡ് ജി എന്ന് പറയുന്നത് എന്താണ്? 1/R ആണ്. അതായത് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് നമ്മൾ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞു. ഓക്കെ, സോ അതേ കാര്യം തന്നെ നമ്മൾ ഇവിടെ എഴുതുകയാണ്. ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ρL/A ആണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ ഇവിടെ ജി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കണ്ടക്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? 1/R വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താണ്? ആറിന്റെ സ്ഥാനത്ത് നമ്മൾ ρL/A കൊടുക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്? A/ρ ഇൻറ്റു എൽ എന്ന് നമുക്ക് കിട്ടും. ഇനി ഈ A/ρ ഇൻറ്റു എല്ലിനെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. A/ρ ഇൻറ്റു എൽ. ഓക്കെ, ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? A/L നമ്മളിവിടെ എഴുതിയിട്ട് ഇൻറ്റു 1/ρ എന്നും പറഞ്ഞ് നമ്മൾ എഴുതി. ഓക്കെ, ഇനി എയും എല്ലും അതവിടെ കിടക്കട്ടെ. ഇനി 1/ρ എന്ന് പറയുന്നത് എന്താണ്? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ആണ്. ഓക്കെ, 1/ρ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കണ്ടക്റ്റൻസ് എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് നമുക്ക് പറയുന്നതിനെക്കാട്ടിയും അതിന് വേറൊരു പേര് കൊടുക്കുന്നതിൽ നല്ലത്. അപ്പോൾ ഈ നമ്മുടെ കണ്ടക്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടക്റ്റൻസ് എന്ന് പേര് കൊടുത്തതുപോലെ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റിക്ക് അതിന് നമ്മൾ കൊടുക്കുന്ന പേര് കണ്ടക്ടിവിറ്റി എന്നാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പുതിയൊരു ലെറ്റർ കൊണ്ട് അല്ലെങ്കിൽ പുതിയൊരു സിമ്പൽ കൊണ്ട് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, സിഗ്മ എന്നുള്ളൊരു സിമ്പൽ കൊണ്ട് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യും. അതായത് സിഗ്മ വിൽ ബി ഈക്വൽ ടു 1/ρ ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഇക്വേഷൻ ജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് A/L ഇൻറ്റു സിഗ്മ എന്നുള്ള രീതിയിലാവും. അപ്പോൾ ഈ സിഗ്മ എന്ന് പറയുന്നതാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഫാക്ടർ. ഓക്കെ, ഇനി സിഗ്മ നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ തന്നെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ എന്താണ് റോയുടെ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചതുപോലെ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അതായത് നമുക്കറിയാം ജി ഈക്വൽ ടു നമ്മളിപ്പോൾ എഴുതി ജി ഈക്വൽ ടു A/L ഇൻറ്റു സിഗ്മ എന്ന് എഴുതി. അപ്പോൾ സിഗ്മ കാണണമെങ്കിൽ എന്താ? റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ വരും? GL/A എന്ന് പറഞ്ഞ് വരും. ഓക്കെ, സോ ഇനി കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ അതെന്താണെന്നൊന്ന് പറയാം. നമ്മൾ റെസിസ്റ്റിവിറ്റിയുടെ കാര്യം പറഞ്ഞു. എന്താണ്? ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ. ഓക്കെ, അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞു. എന്തിനാണ്? ഫ്ലോ ഓഫ് കറണ്ടിനെ ഒപ്പോസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. അതേസമയം കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താ പറയുക? കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി എന്താണ്? ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ഓർ എ കണ്ടക്ടർ ഫോർ അക്സെപ്റ്റിംഗ് അല്ലെങ്കിൽ ഫോർ എയ്ഡിങ് ദ ഫ്ലോ ഓഫ് കറണ്ട് ഇൻ ഇറ്റ് എന്നാണ്. ഓക്കെ, അതായത് നമ്മുടെ ആ കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ എയ്ഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് ആ ഒരു മെറ്റീരിയലിന്റെ എയ്ഡിങ് ആയിട്ടുള്ള കറണ്ട് ഫ്ലോയെ എയ്ഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ അതിനെ പറയുക. ഓക്കെ, മറ്റേത് ഒപ്പോസിങ് ആണെങ്കിൽ ഇത് എയ്ഡ് ചെയ്യുന്ന രീതിയിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മൾ പറയുക കണ്ടക്ടിവിറ്റി. ഓക്കെ, ഇനി കണ്ടക്റ്റൻസിന്റെ ഇക്വേഷൻ നമ്മൾ ഓക്കെ ജി ഈസ് ഈക്വൽ ടു A/L ഇൻറ്റു സിഗ്മ എന്ന് നമ്മൾ പറഞ്ഞു. നമ്മളവിടെ റെസിസ്റ്റൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എന്താ പറഞ്ഞത്? ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ റെസിസ്റ്റൻസ് കുറയും, ലെങ്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുമെന്ന് പറഞ്ഞു. ഇവിടെ നേരെ തിരിച്ചായിരിക്കും സംഭവിക്കുക. കണ്ടക്റ്റൻസിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് എന്താണ്? കണ്ടക്റ്റൻസിന്റെ കാര്യം സംഭവിക്കുമ്പോഴത്തേക്കും ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ്? കണ്ടക്റ്റൻസ് കൂടുകയാണ്. ഓക്കെ, അതായത് സ്വീകാര്യത കൂടുകയാണ്. അതുപോലെ എന്താണ്? ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് കണ്ടക്റ്റൻസ് കുറയുകയാണ്. അപ്പോൾ ലെങ്ത് കൂടുമ്പോഴത്തേക്ക് എന്താ? സ്വീകാര്യത കുറയുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കണ്ടക്റ്റൻസിന്റെ യൂണിറ്റ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. എന്താണ്? സീമൻ എന്നാണ് നമ്മൾ അതിന് പേര് കൊടുത്തത്. സീമൻ. അതല്ലെങ്കിൽ എന്താ നമ്മൾ പറഞ്ഞത്? Ohm⁻⁻1 അതല്ലെങ്കിൽ മോ എന്ന് നമ്മൾ കണ്ടക്റ്റൻസിന് യൂണിറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ സിഗ്മയുടെ സ്ഥലത്ത് അതായത് നമ്മുടെ കണ്ടക്ടിവിറ്റിയുടെ സ്ഥലത്ത് നമ്മൾ ഇതേ യൂണിറ്റ് ഇടുകയാണെന്നിരിക്കട്ടെ, നമ്മൾ മോ എന്ന് കൊടുത്തു. ഓക്കെ,
മോ എന്ന് കൊടുത്തു ഏതാ കണ്ടക്ടൻസിൻ്റെത്. അതുപോലെ എന്താ എല്ലിൻ്റെ സ്ഥാനത്ത് നമ്മൾ നേരത്തെ പോലെ മീറ്റർ കൊടുത്തു, എയുടെ സ്ഥാനത്ത് മീറ്റർ സ്ക്വയർ കൊടുത്തു. മീറ്റർ സ്ക്വയറും കൂടെ ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താ മോ പെർ മീറ്റർ, അതല്ലെങ്കിൽ മോ ഇൻറ്റു മീറ്റർ റേസ് ടു -1. ഇതായിരിക്കും നമ്മുടെ എന്താണ് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് മോ പെർ മീറ്റർ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്സ് പറയുമ്പോഴത്തേക്ക് എന്താണ് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്സ്, അതായത് സിഗ്മയുടെ യൂണിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുകിൽ മോ പെർ സിഗ്മയുടെ മോ പെർ മീറ്റർ, അതല്ലെങ്കിൽ എന്താണ് സീമൻ പെർ മീറ്റർ, അതല്ലെങ്കിൽ ഓം റേസ് ടു -1 ഇൻറ്റു മീറ്റർ റേസ് ടു -1. ഇങ്ങനെ നമുക്ക് പറയാം. ഈ രീതിയിലാണ് നമ്മൾ അതിൻ്റെ യൂണിറ്റ്സ് നമ്മൾ പറയുക. നമ്മളിപ്പോൾ കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റിയുടെ കാര്യം പറഞ്ഞു, റെസിസ്റ്റിവിറ്റിയുടെ കാര്യം പറഞ്ഞു, റെസിസ്റ്റൻസ് ലോസിൻ്റെ കാര്യം പറഞ്ഞു. ഈ റെസിസ്റ്റൻസ് ലോസിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ അവസാനം പറഞ്ഞ കാര്യം, അതായത് എന്താ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം. ഓക്കെ, അതാണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ്. ഒരു റെസിസ്റ്റൻസ്, ഒരു കണ്ടക്ടർ നമുക്ക് തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെ എന്താണ് ടെമ്പറേച്ചറിൻ്റെ ബേസിസിൽ മാറുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, സോ ഇതിപ്പോൾ ബേസിക്കലി ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഒരു കണ്ടക്ടറിൻ്റെ കാര്യമാണ് എന്നുണ്ടെങ്കിൽ കണ്ടക്ടറിൻ്റെ എന്താണ് എപ്പോഴും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കും. ഇൻസുലേറ്റർ ആണ് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ആണ് എന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് എന്താ റെസിസ്റ്റൻസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഇനിയൊരു ഇക്വേഷൻ ബേസ് നമ്മളൊരു കണ്ടക്ടറിൻ്റെ കാര്യം, കണ്ടക്ടറിൻ്റെ തന്നെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അതായത് RT = R0 × 1 + α × T - T0. നമ്മൾ വേറെ ഇക്വേഷൻസ് പറയാറുണ്ട്. അതായത് ഇപ്പോൾ ചില സമയത്ത് നമ്മൾ RT2 = എന്താണ് R1 × 1 + α × T2 - T1 എന്നുള്ള രീതിയിലും പറയാറുണ്ട്. ഓക്കെ, രണ്ട് ടെമ്പറേച്ചറിനെ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസിനെ നമ്മൾ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ രണ്ട് ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ട് ഒരു ടെമ്പറേച്ചറിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും നമ്മൾ ചെയ്യാറുണ്ട്. അതല്ല നമ്മൾ എന്താണ് നമ്മളൊരു ബേസ് ടെമ്പറേച്ചർ വെച്ചിട്ട് നമുക്കൊരു റെഫറൻസ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ 0°C എന്നുള്ളൊരു റെഫറൻസ് ടെമ്പറേച്ചർ വെച്ചിട്ട് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കുകയും ചെയ്യാം. ഈ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മുടെ ബേസ് ഫോർമുലയായിട്ട് ഇത് നോക്കാം. ഈ നേരത്തെ പറഞ്ഞത് RT = R0 × 1 + α × T - T0. ഇനി ഇതിലെ ഓരോ എന്താ പറയുക പാരാമീറ്റേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. RT എന്ന് പറയുന്നത് എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസ് ആണ്. അതായത് എന്താണ് T°C എന്ന് പറയുന്ന നമ്മുടെ ഒരു ടെമ്പറേച്ചർ, ആ പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് എത്രയാണ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി R0 എന്ന് പറയുന്നത് എന്താണ് റെസിസ്റ്റൻസ് അറ്റ് സ്റ്റാൻഡേർഡ് ഓർ റെഫറൻസ് ടെമ്പറേച്ചർ. ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു റെഫറൻസ് ടെമ്പറേച്ചർ നമ്മൾ മിക്കവാറും 0°C എന്നുള്ള രീതിയിലായിരിക്കും എടുക്കുക. അപ്പോൾ ആ 0°യിലുള്ള റെസിസ്റ്റൻസ്, ഒരു കണ്ടക്ടറിൻ്റെ 0°യിലുള്ള റെസിസ്റ്റൻസ്, അതാണ് R0 എന്ന് നമ്മൾ സൂചിപ്പിക്കുക. ഇനി Tയും T0യും സെയിം കാര്യം തന്നെയാണ്. എന്താണ് ടെമ്പറേച്ചർ അറ്റ് ഹാൻഡ്, അതായത് ഏത് സമയത്തുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമുക്ക് ഏത് ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് ആണോ കാണേണ്ടത് ആ ടെമ്പറേച്ചറിനെയാണ് T എന്ന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. T°C. ചിലപ്പോൾ 50 ആവാം, 40 ആവാം, 100 ആവാം. ഓക്കെ, ആ ടെമ്പറേച്ചർ ഏത് ടെമ്പറേച്ചറിലാണോ നമുക്ക് കാണേണ്ടത് ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ T കൊണ്ട് മെൻഷൻ ചെയ്യുക. ഓക്കെ, ഇനി T0 എന്ന് പറയുന്നത് എന്താണ് റെഫറൻസ് ടെമ്പറേച്ചർ. നമ്മൾ ഏത് ടെമ്പറേച്ചറിനെയാണോ റെഫറൻസ് ആയിട്ട് കണക്കാക്കുന്നത് ആ ടെമ്പറേച്ചർ. ഓക്കെ, പോസിബിളി നമ്മൾ എന്താണ് 0°C ആയിരിക്കും നമ്മൾ ടെമ്പറേച്ചറായിട്ട് കാണുക അല്ലെങ്കിൽ റെഫറൻസ് ടെമ്പറേച്ചറായിട്ട് വയ്ക്കുക. അപ്പോൾ 0°C ആയിരിക്കും അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വരുന്ന എന്താണ് ആൽഫ എന്ന് പറയുന്ന ഒരു പാരാമീറ്ററാണ്. ഈ ആൽഫ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, അതായത് ഒരു റെസിസ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റിനെയാണ് ഈ ആൽഫ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു കണ്ടക്ടറിൻ്റെ വേരിയേഷൻ, ടെമ്പറേച്ചർ കൊണ്ടുള്ള വേരിയേഷൻ സൂചിപ്പിക്കുന്ന ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനാണെങ്കിൽ ആ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂവിനെയാണ് ഈ ആൽഫ കൊണ്ട് സൂചിപ്പിക്കുക. അത് ചിലപ്പോൾ ഓരോ ടെമ്പറേച്ചറിൽ ചിലപ്പോൾ ആൽഫ വാല്യൂസ് വേരി ചെയ്യാം. ഓക്കെ, എന്നിരുന്നാലും ബേസിക് ആയിട്ടുള്ളൊരു എന്താ പറയുക നമ്മുടെ ഒരു ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു റെഫറൻസ് ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. ആ സമയത്ത് എന്താണ് ഇതെങ്ങനെ ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് ഈ ആൽഫ കാണിക്കുന്നത്. ഓക്കെ, സോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ആൽഫ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. The temperature coefficient of resistance is the change in resistance per degree Celsius expressed as a fraction of the resistance at reference temperature. Okay, it is the
temperature coefficient, it is a change in resistance per degree Celsius expressed as a fraction of resistance at reference temperature. Okay, അതായത് നമ്മൾ എന്താണ് ഒരു പെർട്ടിക്കുലർ ഡിഗ്രിയിലുള്ള എന്താണ് നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ ചേഞ്ച് ആണ് നമ്മൾ കാണിക്കുന്നത്. ആ ചേഞ്ച് കാണിക്കുന്നത് എപ്പോഴും എന്താണ് ഒരു റെസിസ്റ്റൻസിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ ആയിട്ടായിരിക്കും നമ്മൾ കാണിക്കുക. ഫ്രാക്ഷൻ വാല്യൂവും വരും, അതിൻ്റെ കൂടെ എന്താണ് നമ്മുടെ ടെമ്പറേച്ചർ വാല്യൂവും കൂടെ കയറി വരുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ അതായത് ഇപ്പോൾ ആർ ടി ഈക്വൽ ടു R0 into 1 plus alpha into t minus t0. ഓക്കെ, ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് ആൽഫ ആണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക? ആൽഫ ആണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നത് എന്താണ്? ഈ R0 ഇപ്പുറത്തങ്ങ് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ RT/R0 which is equal to 1 plus alpha into t minus t0. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ആ 1നെ ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ ആ 1നെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്താ? RT/R0 minus 1 equal to alpha into t minus t0. ഇനി അടുത്ത് എന്താണ്? ആൽഫ അവിടെ കിടക്കട്ടെ, ആൽഫ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഈ ടി മൈനസ് ടി സീറോയും ഇപ്പുറത്ത് കൊണ്ടുവരാം. ഇനി ഈ RT/R0 - 1 എന്നുള്ളതിനെ നമുക്ക് RT/R0/R0 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം. കാരണം എന്താ? ഇവിടെ 1 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് R0/R0 എന്നുള്ള രീതിയിൽ എഴുതാം. ഇനി ഈ ടി മൈനസ് ടി സീറോയും നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ ടി മൈനസ് ടി സീറോ ഡിനോമിനേറ്ററിൽ കയറി. സോ ഇതായിരിക്കും ഒരു ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എന്താണ്? RT/R0/R0 ഇൻറ്റു ടി മൈനസ് ടി സീറോ. അപ്പോൾ ഇതാ പറയുന്നത് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസിൻ്റെയും അതുപോലെ റെഫറൻസിൻ്റെയും ഒരു എന്താണ് ഗ്രേഡിയൻ അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ ആയിട്ടായിരിക്കും നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുക അറ്റ് എന്താണ് വിത്ത് എഫക്ട് വിത്ത് എന്താണ് നമ്മുടെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഇതാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ആൽഫ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഓരോന്നിലെയുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറയാം. നേരത്തെ പറഞ്ഞത് എന്താണ്? റെസിസ്റ്റൻസ് വിൽ ബി എന്താണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്. റെസിസ്റ്റൻസ് ഓഫ് എനി മെറ്റീരിയൽ വിൽ ബി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻറ്റ്. ആൻഡ് എന്താണ്? റെസിസ്റ്റിവിറ്റി ഓഫ് കണ്ടക്ടേഴ്സ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് കണ്ടക്ടേഴ്സിൻ്റെ എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഇത് വെച്ചിട്ട് ടെമ്പറേച്ചർ വെച്ചിട്ട് എന്താണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതായത് ഇപ്പോൾ റെസിസ്റ്റിവിറ്റി കൂടുന്നു എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് റെസിസ്റ്റൻസും കൂടുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ അതിനെ പോസിറ്റീവ് കോഎഫിഷ്യന്റ് ഓഫ് ടെമ്പറേച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അത് നമ്മളിവിടെ ആൽഫ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു ആൽഫ എന്ന് പറയുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൽഫ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതായത് എന്താണ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് കൂടാണ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി കൂടാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൽഫ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി അതേസമയം സെമി കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ റെസിസ്റ്റിവിറ്റി ഓഫ് സെമി കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൽഫ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി അതായത് നമ്മുടെ സെമി കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെയും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കമ്പാരിറ്റീവ്ലി കുറയും. ഓക്കെ, അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇൻസുലേറ്റേഴ്സിൻ്റെ നമുക്ക് പ്രത്യേകിച്ച് വലിയ വേരിയേഷൻ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കാരണം വെച്ചാൽ എന്താ ഡീഫോൾട്ട് അത് റെസിസ്റ്റൻസ് കൂടുതലുള്ളതുകൊണ്ടാണ് അതിനെ നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. എന്നിരുന്നാലും അതിനും നെഗറ്റീവ് ആണ് അതിൻ്റെ ആൽഫ എന്ന് പറയുക. ഓക്കെ, സോ അടുത്ത നമ്മളെന്താണ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്, അതായത് നമ്മൾ റെസിസ്റ്റൻസിൻ്റെ എന്താണ് കണക്ഷൻസും അതിൻ്റെ രീതികളാണ് നമ്മൾ പറയുന്നത്, എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ രണ്ട് കേസാണ് വരുന്നത്, റെസിസ്റ്റൻസ് ഇൻ സീരീസും റെസിസ്റ്റൻസ് ഇൻ പാരലലുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് ഇൻ സീരീസ്, റെസിസ്റ്റൻസ് ഇൻ പാരലൽ. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്താണ്? റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആണ്. ഓക്കെ, അതായത് സീരീസ് ആയിട്ട് റെസിസ്റ്റേഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്താലുള്ള കാര്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയുക. ഓക്കെ, അപ്പോൾ സീരീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മൈൻഡിൽ എന്താ വരിക? നമ്മുടെ ക്രിക്കറ്റ് ടെസ്റ്റ് സീരീസാണ് വരുന്നത്. ഇപ്പോൾ ടെസ്റ്റ് സീരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഒരു കളി കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത് ഇങ്ങനെ ഗെയിം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് സീരീസ് അല്ല, ഇനി OD സീരീസ് ആണെങ്കിലും എന്താ വൺ ഡേ ഇൻ്റർനാഷണൽ സീരീസ് ആണെങ്കിലും എങ്ങനെയാണ് വരിക? കണ്ടിന്യൂസ് ആയിട്ട് ഗെയിം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കുറേ ഗെയിമുകൾ അടുപ്പിച്ചടുപ്പിച്ച് നടക്കുന്നതിനാണ് നമ്മളൊരു സീരീസ് എന്ന് പറയാം. ഓക്കെ, അടുപ്പിച്ചടുപ്പിച്ച് കുറച്ച് ഗെയിമുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കുന്നതിനാണ് സീരീസ് എന്ന് പറയാം. എ സീരീസ് ഓഫ്
സംതിങ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയത്തില്ലേ, സീരീസ് ഓഫ് ഇവൻറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പോൾ എന്താ, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കുറേ കാര്യങ്ങളെയാണ് നമ്മളവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്തത് തുടങ്ങുകയാണ്, അതിനാണ് സീരീസ് ഓഫ് ഇവൻറ്റ്സ് എന്ന് നമ്മൾ പറയാം. അതേ കാര്യം തന്നെയാണ് ഇവിടെ. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിൻ്റെ എൻഡിൽ നിന്ന് അടുത്ത റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, നമുക്കൊരു റെസിസ്റ്റർ ഉണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, ഈ റെസിസ്റ്റർ രണ്ട് ടെർമിനൽ കാണും. ഏതൊരു എന്താ പറയുക, നമ്മുടെ ഒരു സർക്യൂട്ട് എലമെൻ്റ് ആണെങ്കിലും ഇതിനെല്ലാത്തിനും നമ്മൾ, ഈ റെസിസ്റ്റർ ആണെങ്കിലും ശരി, ഇനി നമ്മൾ ഭാവിയിൽ പഠിക്കാൻ പോകുന്ന കപ്പാസിറ്ററോ അല്ലെങ്കിൽ ഇൻഡക്ടറോ ഇനി വേറെ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സോ എന്താണെങ്കിലും ആയിക്കോട്ടെ, ഇതിനെല്ലാത്തിനെയും നമ്മൾ സർക്യൂട്ട് എലമെൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ സർക്യൂട്ട് എലമെൻറ്റ്സിൻ്റെയൊക്കെ എന്താണ്, രണ്ട് ടെർമിനൽ എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ടെർമിനൽ നമ്മളൊരു സൈഡിലും മറ്റേ ടെർമിനൽ നമ്മൾ മറ്റേ സൈഡിലും നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു സർക്യൂട്ടിൽ കൊടുക്കുകയാണെങ്കിൽ സോഴ്സിലേക്കായിരിക്കും നമ്മൾ കൊടുക്കുക. എന്നിട്ട് എന്താ, ആ സർക്യൂട്ട് ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കണക്ഷൻ കൊടുത്തായിരിക്കും പോകുന്നത്. അപ്പോൾ ഒരു സീരീസ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റെസിസ്റ്റേഴ്സ് വെൻ കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു എൻഡ് അതിൻ്റെ ഫസ്റ്റ് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസിൻ്റെ ഒരു എൻഡ് എന്ന് പറഞ്ഞാൽ ആ സോഴ്സിനടുത്തായിരിക്കും, അതിൻ്റെ മറ്റേ എൻഡ് അടുത്ത റെസിസ്റ്ററിലായിരിക്കും, ഇനി ആ റെസിസ്റ്ററിൻ്റെ അടുത്ത എൻഡ് എന്ന് പറയുന്ന അടുത്ത റെസിസ്റ്ററിലായിരിക്കും. അങ്ങനെ ഫൈനലി ഒരു റെസിസ്റ്റർ വരുന്നുണ്ടെങ്കിൽ ആ റെസിസ്റ്ററിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ നെഗറ്റീവ് ടെർമിനലിലോട്ടും പോകും, സോഴ്സിൻ്റെ നെഗറ്റീവ് ടെർമിനലിലോട്ടും പോകും. ഇങ്ങനെയാണ് സീരീസ് റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്യുക. ഈ എന്താ പറയുക, ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതിനെയാണ് റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് പറയുക. അതാണ് നമ്മൾ ഈ ഫിഗറിലും കാണിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് എന്താ, നമ്മളിവിടെ ഒരു വോൾട്ടേജ് സോഴ്സ്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഒരു ബാറ്ററിയാണ്. ഓക്കെ, ഒരു ബാറ്ററി വരുമ്പോഴത്തേക്കും അതിൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നമ്മളിവിടെ R1 എന്നും പറഞ്ഞൊരു എന്താണ് റെസിസ്റ്റർ കണക്ട് ചെയ്തു. ഈ R1ൻ്റെ ഒരു ടെർമിനൽ ബാറ്ററിയുടെ ഒരു ടെർമിനൽ കൊടുത്തു, അതിൻ്റെ മറ്റേ ടെർമിനൽ നമ്മൾ എങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ മറ്റേ ടെർമിനലിലേക്ക് നമ്മൾ R2 എന്ന് പറയുന്ന റെസിസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇനി R2 റെസിസ്റ്ററിൻ്റെ ആ ഫ്രീ ആയിട്ടുള്ള ടെർമിനൽ എൻഡിൽ നിന്ന് നമ്മൾ R3 എന്ന് പറയുന്ന റെസിസ്റ്ററിലേക്ക് കൊടുത്തു. R3യുടെ ഫ്രീ ആയിട്ടുള്ള എൻഡിൽ നിന്ന് നമ്മൾ തിരിച്ച് എന്താ, നെഗറ്റീവ് ടെർമിനൽ ഓഫ് സോഴ്സ്, അതായത് നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് നമ്മൾ കൊടുത്തു. സോ ഇങ്ങനെയുള്ള ഒരു കണക്ഷനെയാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയുക. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത്, ഇങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും വോൾട്ടേജിനും കറണ്ടിനും എന്ത് സംഭവിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ കുറേ കണക്ഷൻസ് നമ്മളിങ്ങനെ കൊടുത്തു, അങ്ങനെയാണെങ്കിൽ ആ സർക്യൂട്ടിൽ മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ് എത്രയാണ്, ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. അതാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ജസ്റ്റ് ഒന്നുകൂടെ ഈ നമ്മുടെ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാം. ദ സർക്യൂട്ട് ഇൻ വിച്ച് റെസിസ്റ്റൻസ് ആർ കണക്റ്റഡ് എൻഡ് ടു എൻഡ് ഇൻ സക്സസീവ് ഓർഡർ. ഓക്കെ, ഇതാണ് നമ്മൾ എൻഡ് ടു എൻഡ് ആയിട്ട് സക്സസീവ് ഓർഡറിലായിട്ട് റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യുന്ന ഒരു സർക്യൂട്ടിനെയാണ് സീരീസ് സർക്യൂട്ട് എന്ന് നമ്മൾ സൂചിപ്പിക്കുക. ഓക്കെ, ആൻഡ് ദർ വിൽ ബി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഈച്ച് റെസിസ്റ്റൻസ്. നമ്മൾ ഒരു സോഴ്സിന് അക്രോസ് ആണല്ലോ ഈ സർക്യൂട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ റെസിസ്റ്ററിലും നമുക്ക് വോൾട്ടേജിൻ്റെ ഡ്രോപ്പ് അവിടെ സംഭവിക്കുകയാണ്, അതായത് വോൾട്ടേജ് അവിടെ നഷ്ടപ്പെടുകയാണ്. ഓക്കെ, അത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അതുപോലെ എന്താ, സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു അപ്ലൈഡ് വോൾട്ടേജ്. നമ്മൾ ടോട്ടലായിട്ട് ഒരു സോഴ്സിൽ നിന്ന് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഓരോ റെസിസ്റ്ററിലും നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് എന്താ, ഓരോ വോൾട്ടേജ് ഡ്രോപ്പും നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഫൈനലി കിട്ടുന്നത് എന്താണ്, നമ്മുടെ സപ്ലൈ വോൾട്ടേജ് അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി എന്താണ് അടുത്ത് പറയുന്നത്, ദ കറന്റ് ത്രൂ ഓൾ സീരീസ് എലമെന്റ്സ് വിൽ ബി സെയിം. ഓക്കെ, അതായത് ഒരു സർക്യൂട്ടിനകത്തുള്ള എല്ലാ റെസിസ്റ്റർ അല്ലെങ്കിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ റെസിസ്റ്റേഴ്സിനും എക്രോസ് ഉള്ള കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, ഇതെല്ലാം നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് പറയാം, ഞാനത് പറഞ്ഞുതരാം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റും കൂടെ നോക്കിയിട്ട് നമുക്ക് പറയാം. ദ വാല്യൂ ഓഫ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഈസ് ഹയർ ദാൻ ദ ലാർജസ്റ്റ് ഓഫ് ഓൾ ദ റെസിസ്റ്റൻസസ് കണക്റ്റഡ് ഇൻ സീരീസ്. ഓക്കെ, അതായത് നമുക്ക് ഒരുപാട് റെസിസ്റ്റേഴ്സ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 2 ഓമിൻ്റെ കണക്ട് ചെയ്തിട്ടുണ്ടാവാം, 4 ഓമിൻ്റെ കണക്ട് ചെയ്തിട്ടുണ്ടാവാം, 6 ഓമിൻ്റെ കണക്ട് ചെയ്തിട്ടുണ്ടാവും, പലതിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ വാല്യൂ ഓഫ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടോട്ടൽ, ഒരു സർക്യൂട്ടിനകത്തുള്ള ടോട്ടൽ റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇങ്ങനൊരു സർക്യൂട്ട്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ടിലെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ, സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും എന്താണ്, ഇറ്റ് വിൽ ബി ഹയർ ദാൻ ദ ലാർജസ്റ്റ് ഓഫ് ഓൾ ദ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പോൾ നമ്മൾ കുറേ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഉള്ള റെസിസ്റ്റൻസ് ഏതാണോ എപ്പോഴും അതിനെക്കാട്ടിയും ഹയർ വാല്യൂ ആയിരിക്കും നമ്മുടെ എഫക്റ്റീവ് അല്ലെങ്കിൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ഹോൾ സർക്യൂട്ടിൻ്റെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, നമ്മുടെ കണക്ട് ചെയ്തിരിക്കുന്നതിലെ ഹയസ്റ്റ് വാല്യൂവിനെക്കാട്ടിയും ഹയർ വാല്യൂ ആയിരിക്കും എപ്പോഴും. ഓക്കെ, അത് മൈൻഡിലുണ്ടായിരിക്കുക. ചിലപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ചിലപ്പോൾ MCQവിൽ ചോദിക്കാം, അതല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ MCQ ആയിട്ടും ചോദിക്കാം.
ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? ദ ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസസ്. ഓക്കെ, ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്, ആ സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിന്റെയും ടോട്ടൽ സം ആയിരിക്കും ആ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു സർക്യൂട്ട് നമ്മൾ എടുക്കുകയാണെന്നിരിക്കട്ടെ, ഈ ഒരു സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് R1, R2, R3 എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? R ഇക്വാലന്റ് വിൽ ബി ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ പറയുന്നത്. ടോട്ടൽ സം ആയിരിക്കും. അപ്പോൾ നേരത്തെ ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളല്ലേ, അത് നമുക്ക് നോക്കാം. വേറൊന്നുമല്ല, വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ കാര്യവും അതുപോലെ എന്താണ് കറണ്ടിൻ്റെ കാര്യവും. ഈ നമ്മുടെ സീരീസ് സർക്യൂട്ടിൽ വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ കാര്യവും കറണ്ടിൻ്റെ കാര്യം അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിക്കാം. നമ്മളെ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ സം. എപ്പോഴും സീരീസ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സീരീസ് സർക്യൂട്ട് എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട രണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ വോൾട്ടേജ് ഡ്രോപ്പ് വ്യത്യാസമായിരിക്കും. അതായത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ അനുസരിച്ചിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് വ്യത്യാസമായിരിക്കും. അതുപോലെ വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ സം എടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്താണ്? നമുക്ക് അപ്ലൈഡ് വോൾട്ടേജ് കിട്ടും. അതല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പിൻ്റെ സമ്മും അപ്ലൈഡ് വോൾട്ടേജും സെയിം തന്നെ ആയിരിക്കും. ഇനി കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? അതിലുള്ള കറണ്ട് എന്ന് പറയുന്നത് സർക്യൂട്ട് എലമെന്റ്സിന് അക്രോസ് ഉള്ള അല്ലെങ്കിൽ ആ റെസിസ്റ്റേഴ്സിന് അക്രോസ് ഉള്ള കറണ്ട് എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. R1 കൂടെ ഉള്ള കറണ്ട് തന്നെ ആയിരിക്കും R2 പോകുന്ന സെയിം കറണ്ടിന്റെ വാല്യൂ തന്നെ ആയിരിക്കും R3 പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ യാത്രയുടെ കാര്യം തന്നെ, പേരൂർക്കടയിൽ നിന്ന് ഈസ്റ്റ് റോഡിലേക്ക് വരുന്ന കാര്യം. ഓക്കെ, വരുമ്പോഴത്തേക്കും നമുക്ക് പല ജംഗ്ഷനുകളിലും നമുക്ക് എന്താണ് ഓരോ സിഗ്നൽ ലൈറ്റ് നമ്മൾ നേരിടേണ്ടി വരും. ഓരോ സിഗ്നൽ ലൈറ്റ് വരുമ്പോഴും നമ്മൾ വണ്ടി നിർത്തുകയാണ്. നമ്മൾ വണ്ടിയിൽ വരികയാണെങ്കിൽ, നമ്മൾ ട്രാൻസ്പോർട്ട് ബസ് ആണെങ്കിലും ശരി, നമ്മുടെ സ്വന്തം വണ്ടിയാണെങ്കിലും ശരി, ഏത് വണ്ടിയിലാണെങ്കിലും നമ്മൾ വരുമ്പോഴത്തേക്ക് എന്താ സിഗ്നൽ ലൈറ്റ് വരുമ്പോൾ നിർത്തേണ്ടി വരുമ്പോഴത്തേക്ക് എന്താ നമുക്ക് ക്ഷമ നശിക്കും. ഓക്കെ, നമ്മുടെ ക്ഷമ നശിക്കുകയാണ്. ഇനി സിഗ്നൽ ലൈറ്റ് അല്ലാത്ത കേസുകളിലും എന്താണ് നമുക്ക് ചിലപ്പോൾ നിർത്തേണ്ടി വരും. ട്രാഫിക് ബ്ലോക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു, റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് വരുമ്പോഴത്തേക്ക് എന്താണ്? ബ്ലോക്കാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ട്രാഫിക് ബ്ലോക്ക് വരുമ്പോഴും എന്താണ് നമുക്ക് നിർത്തി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ നിർത്തി കൊടുക്കുന്ന സമയമെല്ലാം നമ്മുടെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് നമ്മുടെ ക്ഷമയെ നമുക്ക് അപ്ലൈഡ് വോൾട്ടേജ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നിരിക്കട്ടെ. ഓക്കെ, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഓക്കെ ഞാൻ നല്ല പ്ലസൻ്റ് ആയിട്ട് ആണ് ഞാൻ ഇറങ്ങുന്നത്. ഓക്കെ, വണ്ടി എടുക്കുന്നു അല്ലെങ്കിൽ ബസ്സിൽ കയറി വരുന്നു, ഓരോ ബ്ലോക്കായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഇത്ര ടൈമിന് എനിക്ക് ഓഫീസിൽ എത്തണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കോളേജിൽ എത്തണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ ബ്ലോക്ക് വരുമ്പോഴും എൻ്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ലേറ്റ് ആവുകയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഓരോ ബ്ലോക്ക് സംഭവിക്കുമ്പോഴും ഓരോ സിഗ്നൽ ലാമ്പ് എത്തുമ്പോഴത്തേക്കും എന്താ എൻ്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എൻ്റെ ഉള്ള ടോട്ടൽ ക്ഷമ എന്താ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതേ കാര്യം തന്നെയാണ് വോൾട്ടേജിന് സംഭവിക്കുന്നത്, നമ്മൾ ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് വോൾട്ടേജ്? നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് വോൾട്ടേജ് ഉണ്ട്. ഓരോ ബ്ലോക്ക് എത്തുമ്പോഴും ഈ ഓരോ ബ്ലോക്കിനെ നമുക്ക് ഓരോ റെസിസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം, അതല്ലെങ്കിൽ ഓരോ സിഗ്നൽ ലൈറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഓരോ റെസിസ്റ്റർ എത്തുമ്പോഴത്തേക്കും ഓരോ ബ്ലോക്ക് ഉണ്ടാവുകയാണ്, എൻ്റെ ക്ഷമ നശിക്കുകയാണ്, അവിടെ എൻ്റെ വോൾട്ടേജ് അവിടെ ഡ്രോപ്പ് ആവുകയാണ്. അങ്ങനെ വല്ല വിധേനയും ഞാനൊരു സമയത്ത് ഓഫീസിൽ അല്ലെങ്കിൽ കോളേജിൽ എത്തിയപ്പോഴത്തേക്ക് എന്താ എൻ്റെ ക്ഷമ മൊത്തം അങ്ങ് നശിച്ചു. അതായത് എനിക്ക് രാവിലെ ഉണ്ടായിരുന്ന ആ ക്ഷമ എല്ലാം പോയി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും. ഓക്കെ, ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ, അങ്ങനെയല്ല. എന്നിരുന്നാലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും കുറേയൊക്കെ. ഓക്കെ, ഇനി ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി കറണ്ടിൻ്റെ കാര്യം. നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ഇപ്പോൾ പേരൂർക്കടയിൽ നിന്ന് ഈസ്റ്റ് റോഡിലേക്ക് യാത്ര ചെയ്യാനായിട്ട് നമുക്കെന്താ പല മാർഗങ്ങളുണ്ട്. മെയിൻ റോഡ് അല്ലാതെ നമുക്ക് ഒരുപാട് ബൈ റോഡുകൾ എടുക്കാം, പല റോഡുകൾ നമുക്ക് എടുക്കാം. ഓക്കെ, പക്ഷേ ഇനി ആ റോഡുകളൊന്നും നമുക്കില്ലാന്നിരിക്കട്ടെ, നമുക്ക് ഒറ്റ റോഡേ ഉള്ളൂ, മെയിൻ റോഡ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. മെയിൻ റോഡ് മാത്രമേ എടുക്കാൻ പറ്റുള്ളെങ്കിൽ എല്ലാ വണ്ടികൾക്കും അതുവഴി മാത്രമല്ലേ പോകാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പോകുന്ന വണ്ടികളെല്ലാം നമുക്ക് കറണ്ടായിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഓരോ വണ്ടികളെയും നമുക്ക് ഇലക്ട്രോണുകളായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഇലക്ട്രോണുകൾക്കെല്ലാം പേരൂർക്കടയിൽ നിന്ന് ഈസ്റ്റ് റോഡിലേക്ക് എത്തണമെങ്കിൽ, അതായത് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഒറ്റ പാത്തല്ലേ എടുക്കാൻ പറ്റുള്ളൂ, ഒറ്റ വഴിയെ അതിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. സോ അപ്പോൾ എല്ലാ കറണ്ടും ആ വഴി കൂടെ, അല്ലെങ്കിൽ എല്ലാ കാറുകളും അല്ലെങ്കിൽ എല്ലാ വാഹനങ്ങളും ആ വഴി തന്നെയായിരിക്കും സഞ്ചരിക്കുക. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഒരു സീരീസ്ലി കണക്റ്റഡ് സർക്യൂട്ട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ പാത്തേ ഉള്ളൂ. സോ ഹോൾ കറണ്ട് അതുവഴി തന്നെയായിരിക്കും പാസ് ചെയ്യുക. ഓരോ സർക്യൂട്ട് എലമെന്റ്സിലും പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനക്രോസ് പോകുന്ന കറണ്ട് സെയിം തന്നെ ആയിരിക്കും, ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ വോൾട്ടേജ് അവിടെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഓക്കെ, ഓരോ ബ്ലോക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഓരോ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ബ്ലോക്കുകളിൽ എത്തുമ്പോഴേക്കും നമ്മുടെ വോൾട്ടേജ് അവിടെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് എന്ന് നമുക്ക് പറയാം. ഇതുപോലെ തന്നെ നമുക്ക് പാരലൽ കേസും പറയാം. ഇനി ഇതിൽ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ സൈഡും കൂടെ നോക്കണം, എങ്കിലും നമുക്ക് കറക്റ്റായിട്ട് അത് അറിയാൻ പറ്റും. നമുക്കത് അടുത്ത് നോക്കാം. ഇക്വേഷൻ വൈസ് ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ സർക്യൂട്ടാണ്. ഓക്കെ, ഒരു DC വോൾട്ടേജ് സോഴ്സ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അതിന് അക്രോസ് ആയിട്ട് നമ്മൾ R1, R2, R3 എന്നും പറഞ്ഞിട്ട് 3 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ സോഴ്സ് വോൾട്ടേജ് അപ്ലൈഡ് വോൾട്ടേജ് തന്നെ ഇക്വലൻ്റ് ആയിരിക്കും നമ്മുടെ ഓരോ റെസിസ്റ്ററിൻ്റെ എക്രോസ് അല്ലെങ്കിൽ ഓരോ സർക്യൂട്ട് എലമെൻസിന് എക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജിൻ്റെ ഡ്രോപ്പിൻ്റെ സം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് VS എന്നുള്ളത് നമുക്ക് സപ്ലൈ വോൾട്ടേജ് അല്ലെങ്കിൽ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആയിട്ട് കാണിക്കാം. ഓക്കെ, അതായത് ഈ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് ആയിട്ട്. ഇനി ഓരോ സർക്യൂട്ട് എലമെൻറ്റ്സ്, അതായത് ഓരോ റെസിസ്റ്ററിനും എക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ട് നമുക്ക് ഈ V1, V2, V3 കാണാം. അതായത് V1 എന്ന് പറയുമ്പോഴത്തേക്കും V1 എന്ന് പറയുമ്പോൾ R1 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് കാണിക്കുന്നത്. V2 എന്ന് പറയുമ്പോൾ R2 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് കാണിക്കുന്നത്. V3 എന്ന് പറയുമ്പോൾ R3 അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സം ആയിരിക്കും. ഓക്കെ, V1 + V2 + V3 എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഓംസ് ലോ വെച്ചിട്ട് V = IR ആണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ഈ IR എന്നുള്ള ആ ഒരു സ്പ്ലിറ്റപ്പ് നമുക്ക് ഈ ഇക്വേഷൻസിലും കൊടുക്കാം. ഇനി IR കൊടുക്കുമ്പോഴത്തേക്കും R വേരി ചെയ്യുന്നുണ്ടാവും. I എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ത്രൂ ഔട്ട് ദ സർക്യൂട്ട് കറണ്ട് സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ I ചേഞ്ച് ചെയ്യുന്നില്ല, എല്ലായിടത്തും I തന്നെ ആയിരിക്കും ആ വാല്യൂ വരിക. അപ്പോൾ നമുക്കിവിടെ VSൻ്റെ അവിടെ നമ്മൾ VSൻ്റെ അവിടെ നമുക്ക് എഴുതുമ്പോഴത്തേക്കും VS = V1 + V2 + V3 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി. VSന് നമുക്ക് എങ്ങനെ എഴുതാം? I × R ഇക്വാലൻ്റ് എന്ന് എഴുതാം. കാരണം ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇക്വാലൻ്റ് റെസിസ്റ്റൻസിന് ഇക്വലൻ്റ് ആയിരിക്കും ആ റെസിസ്റ്റൻസ് എന്ന് പറയുക. ഇനി V1ൻ്റെ സ്ഥാനത്ത് നമുക്ക് എഴുതാം V1ൻ്റെ സ്ഥാനത്ത് നമുക്ക് I × R1 എന്ന് നമുക്ക് എഴുതാം. I × R1. V2ൻ്റെ സ്ഥാനത്ത് നമുക്ക് I × R2 എന്ന് എഴുതാം. V3യുടെ സ്ഥാനത്ത് I × R3 എന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്ക് ഈ I എല്ലാം കൂടെ കോമൺ ആയിട്ട് അങ്ങ് വെളിയിലെടുക്കുമ്പോൾ R1 + R2 + R3 എന്നും പറഞ്ഞ് നമുക്ക് കിട്ടും. ഇനി ഈ I നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ഔട്ട് ചെയ്യാം. ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടുക? R equivalent will be equal to R1 + R2 + R3. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ തിയറിറ്റിക്കലായിട്ട് പറഞ്ഞത്. അതായത് ഇക്വാലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അക്രോസ് സീരീസ് കണക്റ്റഡ് സർക്യൂട്ട് എലമെന്റ് അല്ലെങ്കിൽ സീരീസ് കണക്റ്റഡ് റെസിസ്റ്റൻസ് വിൽ ബി ദ സം ഓഫ് ഓൾ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറഞ്ഞത് ഇതുകൊണ്ടാണ്. ഓക്കെ, R equivalent എന്ന് പറയുമ്പോൾ R1 + R2 + R3 എന്നും പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു റെസിസ്റ്ററിൻ്റെ കാര്യം തന്നെ ചിന്തിക്കാം. ഇപ്പോൾ ഈ കേസിൽ R1ൻ്റെ വാല്യൂ 2 ohm, R2ൻ്റെ വാല്യൂ 4 ohm, R3യുടെ വാല്യൂ 6 ohm. അങ്ങനെ ഇരിക്കട്ടെ ഈ ഒരു സർക്യൂട്ടിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ R equivalent എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു R1 + R2 + R3 ആയിരിക്കും അതിൻ്റെ ഇക്വാലൻ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് R1 എന്ന് പറയുമ്പോൾ 2, R2 എന്ന് പറയുമ്പോൾ 4, R3 എന്ന് പറയുമ്പോൾ 6. ഓക്കെ, അപ്പോൾ 2 + 4 + 6 അതായത് എത്രയാണ്? 12 ohm ആണ് ഇതിൻ്റെ ഇക്വാലൻ്റ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. ഒരു സീരീസ് കണക്റ്റഡ് റെസിസ്റ്റൻസ് സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഹയർ ദാൻ ദ ലാർജസ്റ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റർ കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് പറഞ്ഞു. അതായത് ഉള്ളതിൽ ഏറ്റവും വലുതിനെക്കാട്ടിയും വലിയ വാല്യൂ ആയിരിക്കും വരിക എന്ന് പറഞ്ഞു. അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? ഇവിടുത്തെ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് 6 ohm ആണ്. ഓക്കെ, നമ്മുടെ ഫൈനൽ ആൻസർ എത്രയാവുന്നത്? 12 ohm ആണ്. ഓക്കെ, സോ 6 ohmനെക്കാട്ടിയും വലുതാണ് 12 ohm. അപ്പോൾ അങ്ങനെ ചിന്തിച്ചോളുക. ഓക്കെ, ഹയർ ദാൻ ദ ഹയസ്റ്റ് വാല്യൂ. ഇത് ഒരു ടൈപ്പിലുള്ള കാര്യമാണ്. നമുക്ക് ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല. ചിലപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയും ചോദിക്കാം. ഇതിൽ R1ൻ്റെ വാല്യൂ 2 ohm, R2ൻ്റെ വാല്യൂ 2 ohm, R3യുടെ വാല്യൂ 2 ohm.
അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആർ ഇക്വാലന്റ് എത്രയാണ്? ഓക്കെ, നമുക്കറിയാം 2+2+2 എന്നും പറഞ്ഞ് എഴുതിയാൽ മതി, നമുക്ക് 6 ഓം എന്നും പറഞ്ഞ് കിട്ടും. അല്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാം, എന്താണ്, എല്ലാം ഒരേ വാല്യൂ ആണ്, തന്നിരിക്കുന്ന എല്ലാ റെസിസ്റ്റൻസിന്റെ വാല്യൂവും ഒന്ന് തന്നെയാണ് എന്നുണ്ടെങ്കിൽ എന്താ, അത് നമുക്ക് ഇങ്ങനെ പറയാം, ആറാണ് നമ്മുടെ തന്നിരിക്കുന്ന ഓരോ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി n ആണ് നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ്, അതായത് n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇക്വാലന്റ് റെസിസ്റ്റൻസ് വിൽ ബി n ഇൻറ്റു ആർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ n ഇൻറ്റു ആർ എന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഇവിടുത്തെ കേസിൽ n എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര നമ്പർ ഓഫ് റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ സീരീസ് ആണ് n എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ നമുക്ക് 3 റെസിസ്റ്റേഴ്സ് ആവുള്ളൂ, R1 R2 R3. അപ്പോൾ n-ന്റെ വാല്യൂ എത്രയാണ്? 3. ഇനി റെസിസ്റ്റൻസിന്റെ വാല്യൂ, എല്ലാ റെസിസ്റ്റൻസിനും ഒരേ വാല്യൂ ആണെന്ന് പറഞ്ഞു. അപ്പോൾ R-ന്റെ വാല്യൂ ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 2 ഓം. അപ്പോൾ 3 ഇൻറ്റു 2 6 ഓം. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ആ ഒരു ഇക്വേഷൻ കൂടെ നോക്കിക്കോളാം. ആർ ഇക്വാലന്റ് ഈക്വൽ ടു n ഇൻറ്റു ആർ, വേർ n ഈസ് ദ എന്താണ് നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്, അതുപോലെ ആർ വിൽ ബി വാല്യൂ ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റർ. ഓക്കെ, അങ്ങനെയും കൂടെ നോക്കിക്കോളാം. അപ്പം ഇങ്ങനെ നമുക്ക് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ. ഇപ്പോൾ പാരലൽ, നേരത്തെ നമ്മൾ സീരീസിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ പാരലൽ എന്നുള്ള ആ വാക്കിൽ ഒരു കാര്യം കിടപ്പുണ്ട്. എന്താണ് പാരലൽ? ഓക്കെ, അപ്പം നമ്മൾ പാരലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്താ അതിനെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരേ സമയം തന്നെ പല കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് പാരലായിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് പറയുക. അപ്പോൾ ഒരേ സമയം 2-3 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതിനാണ് പാരലൽ എന്ന് പറയുക. അപ്പോൾ ഇത് അതേ കാര്യം തന്നെയാണ് ഇവിടെ റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ എന്ന് പറയുമ്പോഴത്തേക്ക് 2 ടെർമിനലിന് അക്രോസ് ഒന്നിൽ കൂടുതൽ റെസിസ്റ്റേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നതിനെയാണ് പാരലൽ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻഡ് ടു എൻഡ് ആയിട്ട്, ബാക്ക് ടു ബാക്ക് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്ത് പോകുന്നത്. ഇവിടെ വേറൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ തന്നിരിക്കുന്ന സോഴ്സ് ഉണ്ട്, സോഴ്സിന് അക്രോസ് ആയിട്ടുള്ള ആ 2 ടെർമിനലിന് അക്രോസ് ഓരോ റെസിസ്റ്റേഴ്സിൻ്റെയും നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ അതാണ് പാരലായിട്ട് എന്ന് പറയുക. ഓക്കെ, റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ എന്ന് ഉദ്ദേശിക്കുന്ന അതാണ്. ഓക്കെ, ഓരോ റെസിസ്റ്ററിൻ്റെയും 2 ടെർമിനൽസ് ഉണ്ട്. ആ ടെർമിനൽസ്, ഒരേ ടെർമിനലിൽ ബാറ്ററിയുടെ അല്ലെങ്കിൽ നമ്മുടെ സോഴ്സിൻ്റെ ഒരു ടെർമിനലിലും റെസിസ്റ്ററിൻ്റെ മറ്റേ ടെർമിനൽ എന്ന് പറയുന്നത് ബാറ്ററിയുടെ അല്ലെങ്കിൽ നമ്മുടെ സോഴ്സിൻ്റെ അടുത്ത ടെർമിനലിലേക്കും കൊടുക്കുന്നു. ഇങ്ങനെ തന്നെ എല്ലാ റെസിസ്റ്റേഴ്സും നമ്മൾ കണക്ട് ചെയ്യുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 2 കോമൺ പോയിന്റ്സ് എടുക്കുന്നു. എല്ലാ റെസിസ്റ്റേഴ്സിൻ്റെയും ഒരു എൻഡ് ഒരു കോമൺ പോയിന്റിലും മറ്റേ എൻഡ് ആ അടുത്ത കോമൺ പോയിന്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ട് ഈ 2 കോമൺ പോയിന്റും കൂടെ നമ്മൾ നമ്മുടെ സോഴ്സിന് അക്രോസ് ആയിട്ട് കൊടുക്കുന്നു. സോ ഇങ്ങനെയുള്ളൊരു കണക്ഷനെയാണ് നമ്മൾ പാരലൽ കണക്ഷൻ എന്ന് പറയുക. ഓക്കെ, സോ ഇങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ ആ റോഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചിന്തിക്കാം. നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക്, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോകാനായിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ വഴിയുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു പാരലൽ കണക്ഷനായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പേരൂർക്കടയിൽ നിന്ന് ഈസ്റ്റ് റോഡിലേക്ക് വരുമ്പോഴേക്കും MG റോഡ് അല്ലെങ്കിൽ നമ്മുടെ മെയിൻ റോഡ് അല്ലാതെ തന്നെ നമുക്ക് പല ബൈ റോഡ്സ് എടുക്കാം, പല റോഡുകൾ എടുത്തിട്ട് നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഈ ഓരോ റോഡിനെ ഓരോ പാരലൽ ബ്രാഞ്ച് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, പാരലലി കണക്റ്റഡ് ആയിട്ടുള്ള ഓരോ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഈ രീതിയിൽ നമ്മൊന്ന് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ജസ്റ്റ് നമുക്ക് അതൊന്ന് സ്റ്റേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് എ സർക്യൂട്ട് വെയർ വൺ എൻഡ് ഓഫ് ഈച്ച് റെസിസ്റ്റർ ഈസ് കണക്റ്റഡ് ടു എ common point and similarly the other end is connected to another common point so that there are many paths for current flow. Okay, അപ്പോൾ ഈ ഓരോ റെസിസ്റ്ററിൻ്റെയും ഒരു എൻഡ് എന്ന് പറയുന്നത് ഒരു കോമൺ പോയിന്റിലേക്കും അതുപോലെ അതിൻ്റെ അടുത്ത എൻഡ് എന്ന് പറയുന്നത് മറ്റൊരു കോമൺ പോയിന്റിലേക്കും കണക്ട് ചെയ്യുന്നു. സോ ദാറ്റ് ദർ ആർ മെനി പാത്സ് ഫോർ കറണ്ട് ഫ്ലോ. നേരത്തെ നമ്മൾ സീരീസിലെ കാര്യം പറഞ്ഞത്, കറണ്ട് ഫ്ലോയ്ക്ക് നമുക്ക് ഒറ്റ പാത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതായത് ഇപ്പോൾ നമുക്ക് വേറെ വഴിയൊന്നും ഇല്ല, പേരൂരിൽ നിന്ന് ഈസ്റ്റ് റോഡിലേക്ക് പോകാനായിട്ട് ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഒരൊറ്റ റോഡ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടികളും അതുവഴി തന്നെ ഫ്ലോ ചെയ്യേണ്ടി വരും, എല്ലാ ഇലക്ട്രോൺസും അതുവഴി തന്നെ സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ ഒരു കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ ഒരു പാത്ത് മാത്രമേ നമുക്ക് അവിടെ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, പല ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് എത്താനായിട്ട് നമുക്ക് പല വഴികളുണ്ട്.
ഒന്നിൽ കൂടുതൽ വഴികളുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് കറണ്ട് ഫ്ലോ ഒന്നിൽ കൂടുതൽ വഴികളിലൂടെ സഞ്ചരിക്കും. അപ്പോൾ എന്താ കറണ്ട് ഫ്ലോ നമുക്ക് പല പാത്തിൽ കൂടെ സംഭവിക്കുന്നുണ്ട്. നേരത്തെ ഒറ്റ പാത്തേ ഉള്ളൂ, അപ്പോൾ ഒറ്റ ഫ്ലോയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒറ്റ പാത്തിൽ കൂടുതൽ കറണ്ട് ഫ്ലോയേ ഉള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുപാട് പാത്തുണ്ട്, അപ്പോൾ കറണ്ട് ഫ്ലോ അതുപോലെ തന്നെ പല പാത്തുകളിൽ കൂടെ സംഭവിക്കും. ഓക്കെ, ഇനി എന്താ അടുത്ത് പറയുന്ന പോയിന്റ്, വോൾട്ടേജ് ഈസ് സെയിം അക്രോസ് ഓൾ ദ റെസിസ്റ്റേഴ്സ്. ഓക്കെ, നേരത്തെ നമ്മൾ സീരീസിൽ പറഞ്ഞ എന്താണ് വോൾട്ടേജ് നമുക്ക് ഓരോ പോയിന്റ് എത്തുമ്പോഴും അല്ലെങ്കിൽ ഓരോ റെസിസ്റ്റർ എത്തുമ്പോഴേക്കും നമുക്ക് എന്താ വോൾട്ടേജ് അവിടെ ഡ്രോപ്പ് ആവുമെന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെയല്ല, എന്താണ് രണ്ട് പോയിന്റിന് അക്രോസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ കോമൺ പോയിന്റ് അക്രോസ് ആയിരിക്കും എല്ലാ റെസിസ്റ്റേഴ്സും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, വോൾട്ടേജ് അക്രോസ് ദ എന്താണ് വോൾട്ടേജ് അക്രോസ് ദ ടു കോമൺ പോയിന്റ്സ് വിൽ ബി സെയിം ത്രൂ ഔട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ സെയിം ആയിരിക്കുമ്പോഴത്തേക്കും എന്താ നമുക്കവിടെ ഡ്രോപ്പ് സംഭവിക്കുന്നുണ്ട് ഇല്ല എന്നുള്ളതല്ല, പക്ഷേ എന്താണ് നെറ്റായിട്ട് നമ്മൾ എടുക്കുമ്പോഴേക്കും എന്താണ് നമുക്ക് ആ രണ്ട് പോയിന്റിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി എന്താ അടുത്ത് പറയുന്നത്, ടോട്ടൽ കറന്റ് ഗെറ്റ്സ് ഡിവൈഡഡ് ഇൻ ടു സെവറൽ പാത്സ് വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ഒന്നിൽ കൂടുതൽ പാത്തുണ്ട്, അതായത് ഒന്നിൽ കൂടുതൽ വഴികളുണ്ട്, ഒന്നിൽ കൂടുതൽ റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിൽ കൂടുതൽ വഴികളുണ്ട് എന്നുണ്ടെങ്കിൽ കറണ്ട് അല്ലെങ്കിൽ വാഹനങ്ങൾ എന്താണ് ഒന്നിൽ കൂടുതൽ വഴികളിലൂടെ സഞ്ചരിക്കും. ഓക്കെ, ഒന്നിൽ കൂടുതൽ വഴികളിലൂടെ സഞ്ചരിക്കുന്നു, ഒന്നിൽ കൂടുതൽ വഴികളിലൂടെ അല്ലെങ്കിൽ പാത്തിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ കറണ്ടിന് അവിടെ എന്താ സംഭവിക്കുന്നത്, സ്പ്ലിറ്റിംഗ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് കറണ്ട് അപ്പോൾ വേരിയേഷൻ ഉണ്ടാകും, കറണ്ടിൽ അപ്പോൾ വേരിയേഷൻ ഉണ്ടാകും. ഓരോ പാത്തിൽ കൂടെയും സഞ്ചരിക്കുന്ന കറണ്ട് വ്യത്യാസമായിരിക്കും. അപ്പോൾ ആ പാത്തിലുള്ള റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തായിരിക്കും ആ എന്താണ് പാത്തിൽ കൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, സോ കറണ്ട് അവിടെ സ്പ്ലിറ്റ് ആവുകയാണ്, വോൾട്ടേജ് ത്രൂ ഔട്ട് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മുടെ സീരീസ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സീരീസ്ലി കണക്റ്റഡ് സർക്യൂട്ടും പാരലൽ കണക്റ്റഡ് സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. എന്താണ് സീരീസിൽ വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ വോൾട്ടേജ് ആണ് അവിടെ സ്പ്ലിറ്റപ്പ് ആയി പോകുന്നത്, കറണ്ട് ത്രൂ ഔട്ട് സെയിം ആയിരിക്കും. എന്നാൽ നമ്മുടെ പാരലലിൽ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, വോൾട്ടേജ് അക്രോസ് ദ ടു ടെർമിനൽസ് സെയിം തന്നെ ആയിരിക്കും, സ്പ്ലിറ്റിംഗ് അവിടെ സംഭവിക്കുന്നില്ല. എന്നാൽ നമ്മുടെ കറണ്ട് ആണ് ഇവിടെ സ്പ്ലിറ്റ് ആവുന്നത്. പാരലലിൽ ഒന്നിൽ കൂടുതൽ പാത്ത് ഉള്ളത് കൊണ്ട് കറണ്ട് അവിടെ സ്പ്ലിറ്റ് ആയി പോകുന്നു. ജസ്റ്റ് ചിന്തിച്ചാൽ അത് ഒന്നിൽ കൂടുതൽ വഴികളുണ്ടെങ്കിൽ നമ്മൾ എന്താണ് കൂടുതൽ വാഹനങ്ങൾ പല പല വഴികളിലൂടെ സഞ്ചരിക്കും, ഒറ്റ വഴി കൂടെ തന്നെ സഞ്ചരിക്കണമെന്നില്ല. വേക്കൻ്റ് ആയിട്ടുള്ള റോഡ്സ് നമ്മൾ എടുക്കും എളുപ്പത്തിന് വേണ്ടിയിട്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇപ്പോൾ മെയിൻ റോഡിൽ തിരക്കാണെങ്കിൽ നമ്മൾ ബൈ റോഡ് എടുക്കാറില്ല, അതേ കാര്യം തന്നെയാണ് ഇവിടെ കറണ്ടും ചെയ്യുക. എനിക്ക് എന്താണ് ഈ വഴിയിൽ കൂടെ പോകുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു പാത്ത് എടുക്കും, വേറൊരു പാത്ത് സ്വീകരിക്കും. ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ സ്പ്ലിറ്റിംഗ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് എന്താ, വാല്യൂ ഓഫ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഈസ് ലെസ് ദാൻ ദ ലീസ്റ്റ് ഓഫ് ഓൾ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ പാരലൽ. നേരത്തെ നമ്മൾ സീരീസിൻ്റെ കാര്യത്തിൽ എന്ത് പറഞ്ഞു, ദ വാല്യൂ ഓഫ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് വിൽ ബി ഹയർ ദാൻ ദ ലാർജസ്റ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ എന്താ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ് ഇറ്റ് വിൽ ബി ഇക്വാലന്റ് വാല്യൂ ഓഫ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് വിൽ ബി ലെസ് ദാൻ ദ ലീസ്റ്റ് വാല്യൂ ഓഫ് ഓൾ ദ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എന്താണ് ഒരു പാരലൽ കണക്ഷൻ ഉണ്ട്. ആ പാരലൽ കണക്ഷനിൽ ഓരോ പാത്തിലും എന്താണ് ഓരോ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്ന ഏത് പാത്താണോ ആ പാത്തിന്റെ റെസിസ്റ്റൻസ് വാല്യൂവിനെ കാട്ടിയും എപ്പോഴും ചെറുതായിരിക്കും നമ്മുടെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഏറ്റവും എന്താണ് റെസിസ്റ്റൻസ് കുറവ് തരുന്ന പാത്തിലുള്ള റെസിസ്റ്റൻസിനെ കാട്ടിയും ചെറുതായിരിക്കും. ഓക്കെ, ലെസ് ദാൻ ദ ലീസ്റ്റ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് ചോദിക്കാം. അതല്ല ഇപ്പോൾ ഹയർ എക്സാംസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നിട്ട് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് 1 is true 1 and 2 is true അല്ലെങ്കിൽ ബോത്ത് ആർ ഫോൾസ് എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അതല്ല നമ്മുടെ കുറച്ചും കൂടെ എന്താണ് ബേസിക് ലെവൽ എക്സാംസ് ആണ് എന്നുണ്ടെങ്കിൽ, എന്താണ് ഡിഗ്രി ലെവൽ എക്സാംസ് അതിനും വേണമെങ്കിൽ ചോദിക്കാം. അതല്ല കുറച്ചും കൂടെ ലോവർ എക്സാം ഗ്രേഡ് എക്സാംസിനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കണമെന്നില്ല, ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വാല്യൂസ് തന്നിട്ടായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അതിനെക്കാട്ടിയും ഏറ്റവും ലീസ്റ്റ് വാല്യൂ നമ്മൾ എഴുതിയാൽ മാത്രം മതി, അല്ലെങ്കിൽ ആ വാല്യൂ നമ്മൾ ഓപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. ഇനി എന്താ ലാസ്റ്റ് പറയുന്നത്, ദ റെസിപ്രോക്കൽ ഓഫ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സം ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, സീരീസിൽ പറഞ്ഞത് ദ ഇക്വാലന്റ് റെസിസ്റ്റൻസ് വിൽ ബി സം ഓഫ് ഓൾ ദ റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് പറഞ്ഞു.
ഓക്കെ, അതായത് ആർ ഇക്വാലന്റ് വിൽ ബി ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ എന്താ പറഞ്ഞത്? ദ റെസിപ്രോക്കൽ ഓഫ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. ഓക്കെ, അതായത് നമുക്ക് റെസിപ്രോക്കൽ ഓഫ് ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? 1/R ഇക്വാലന്റ് ആണ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു ദ സം ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. ഓക്കെ, ഈക്വൽ ടു ദ സം ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. ഇവിടെ നമുക്ക് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ് തന്നിരിക്കുന്ന ഏതൊക്കെയാണ്? R1, R2, R3. അപ്പോൾ അതിൻ്റെ സമ്മിന് ഇക്വലൻ്റ് ആയിരിക്കും. ഓക്കെ, അതായത് 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഓക്കെ, അതിൻ്റെ എല്ലാം R1ൻ്റെ R2ൻ്റെ R3യുടെയും റെസിപ്രോക്കൽസിൻ്റെ സമ്മിന് ഇക്വലൻ്റ് ആയിരിക്കും ആർ ഇക്വാലൻറ്റിൻ്റെ എന്താണ് വാല്യൂ എന്ന് പറയുന്നത്, ആർ ഇക്വാലൻറ്റിൻ്റെ റെസിപ്രോക്കൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ ആർ ഇക്വാലൻറ്റിൻ്റെ വാല്യൂ പറഞ്ഞു, ഇവിടെ റെസിപ്രോക്കൽ വാല്യൂ ആണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റേഴ്സിന് പാരലൽ പറയുക. ഇനി അതിന് നമുക്ക് ആ അരിത്മെറ്റിക് സൈഡ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അരിത്മെറ്റിക് സൈഡ് പറയുന്നത് എന്താണ്? നമുക്ക് ഇങ്ങനൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, ഒരു സോഴ്സ് ഉണ്ട്, അതിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്താണ് കോമൺ പോയിന്റ്സിൽ നമ്മൾ R1, R2, R3 എന്ന് പറഞ്ഞ് 3 റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിന് അക്രോസ് ഒരു കറണ്ട് ഫ്ലോയും നമുക്ക് നടക്കുന്നുണ്ട്. കറണ്ട് ഫ്ലോ ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിവിടെ പറഞ്ഞു എന്താ? കറണ്ട് സ്പ്ലിറ്റ് അപ്പ് ആവുമെന്ന് പറഞ്ഞു. എത്ര പാത്തുണ്ടോ അത്രയും പാത്തിലേക്ക് കറണ്ട് സ്പ്ലിറ്റ് ആയി പോകും. ഇവിടെ ഇപ്പോൾ നമുക്ക് 3 റെസിസ്റ്റേഴ്സിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 പാത്തിലേക്ക് കറണ്ട് ഫ്ലോ സ്പ്ലിറ്റ് ആയി പോവുകയാണ്. അപ്പോൾ I എന്ന് പറയുന്ന ടോട്ടൽ കറണ്ട് എന്ന് പറയുമ്പോൾ എന്താ? I1 പ്ലസ് I2 പ്ലസ് I3 ആയിരിക്കും. I1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് R1ന് അക്രോസ് ഉള്ള കറണ്ട് ഫ്ലോ ആണ്. R1 അക്രോസ് ഉള്ള കറണ്ട് ഫ്ലോയിനാണ് നമ്മൾ I1 എന്ന് പറയുക. ഓക്കെ, I1 എന്ന് പറയുക. ഇനി R2ന് അക്രോസ് ഉള്ള കറണ്ടിനെയാണ് നമ്മൾ I2 എന്ന് പറയുക. ഇനി R3ക്ക് അക്രോസ് ഉള്ള കറണ്ടിനെയാണ് നമ്മൾ I3 എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എഴുതി. ഇനി എന്താ? ഈ I1നെയും I2നെയും I3 ഒക്കെ നമുക്ക് വിൻ്റെയും ഐൻ്റെയും ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാമല്ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓംസ് ലോ V = IR എന്ന് പറഞ്ഞ് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ I എന്ന് പറയുമ്പോഴത്തേക്കും V/R ആണെന്ന് നമുക്ക് അറിയാം. ഇനി പാരലൽ ആയിട്ടുള്ളൊരു സർക്യൂട്ടിൽ വോൾട്ടേജ് സെയിം, അല്ലെങ്കിൽ അതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താ? സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് വേരി ചെയ്യുന്നില്ല. ഓക്കെ, അതായത് നമ്മുടെ VS തന്നെയാണ് V1ഉം V2ഉം V3യും എന്ന് പറയുന്നത്. അത് ത്രൂ ഔട്ട് സെയിം തന്നെയാണ്, അതിന് ചേഞ്ചിങ് ഒന്നും ഇല്ല, വേരിയേഷൻ ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, VS will be equal to V1 equal to V2 equal to V3 ആണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയാണ് ചെയ്യാം? നമുക്കിവിടെ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കറിയാം I is equal to I1 പ്ലസ് I2 പ്ലസ് I3. അപ്പോൾ ഈ I1 നമുക്ക് എന്താ എഴുതാം? V1/R1 ആണ് I1 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം അങ്ങനെ തന്നെ എഴുതാം. V1/R1 പ്ലസ് V2/R2 പ്ലസ് V3/R3. ഇനി V1ഉം V2ഉം V3ഉം എല്ലാം ഒരേ വാല്യൂ ആണെന്ന് നമുക്കറിയാം, VS ആണെന്ന് അറിയാം. അപ്പോൾ VS/R1 പ്ലസ് VS/R2 പ്ലസ് VS/R3. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇനി എന്താ? ഇതിലെല്ലാം കോമൺ ആയിട്ട് നമുക്ക് VS ഉണ്ട്. അപ്പോൾ VS കോമൺ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഓക്കെ, ഇനി ഈ I എന്നുള്ള ടോട്ടൽ വാല്യൂവിനെ നമുക്ക് ഇതേ രീതിയിൽ എഴുതാം. I എന്ന് പറയുന്ന ടോട്ടൽ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? VS/R ഇക്വാലന്റ്. ഓക്കെ, VS/R ഇക്വാലന്റ് ആണ് I എന്ന് പറയുന്ന വാല്യൂ, നമ്മുടെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി രണ്ടിടത്തും നമുക്ക് VS ടേംസ് ഉണ്ട്, നമുക്ക് രണ്ടും അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്യാം. ക്യാൻസൽ ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ കിട്ടുക? 1/R ഇക്വാലന്റ് വിൽ ബി ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇക്വാലന്റ് റെസിസ്റ്റൻസ് വാല്യൂ കണ്ടെത്തുക. ഓക്കെ, അത് നമുക്ക് റെസിപ്രോക്കൽ വാല്യൂ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി വൺസ് റെസിപ്രോക്കൽ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, ഇതൊരു വാല്യൂ നമുക്ക് കിട്ടിയെന്നിരിക്കട്ടെ, ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വാലന്റ് വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സാമ്പിൾ കേസ് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ R1 എന്ന് പറയുന്ന റെസിസ്റ്ററിൻ്റെ വാല്യൂ 2 ഓം. ഇനി R2 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 4 ഓം. ഇനി R3യുടെ വാല്യൂ എന്ന് പറയുന്നത് 6 ഓം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ R ഇക്വാലൻ്റ് എത്ര എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ വരിക? നമുക്ക് തന്നിരിക്കുന്ന രീതിയാണെങ്കിൽ 1/R ഇക്വാലൻ്റ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഓക്കെ, അപ്പോൾ 1/R1 എന്ന് പറയുമ്പോൾ 2,
1/R2 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ 4, 1/R3 എന്ന് പറയുമ്പോൾ 6. ഓക്കെ, സോ 1/2 + 1/4 + 1/6. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് LCM എടുക്കാം. LCM എടുക്കുമ്പോഴത്തേക്ക് എത്രയാണ് വരിക? 12 ആയിരിക്കും വരിക. 12 വരുമ്പോഴത്തേക്കും 6 + 3 + 2. ഓക്കെ, 6 + 3 + 2 വരുമ്പോഴത്തേക്കും എത്രയായി? 9, 11/12 എന്ന് പറഞ്ഞ് നമുക്ക് വാല്യൂ കിട്ടും. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും R equivalent എന്ന് പറയുന്നത് ഇതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും. എന്താണ്? 1/R equivalent ആണ് നമ്മുടെ R equivalent എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? 1/11/12 ആണ് വരിക. വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താണ്? 12/11 ഓം ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. ഓക്കെ, സോ R equivalent വിൽ ബി ഈക്വൽ ടു എന്താണ്? 12/11 ആയിരിക്കും ഈ കേസിൽ നമുക്ക് വരിക. ഓക്കെ, ഇനി ഇതൊക്കെ പോട്ടെ. നമുക്ക് ഇതിപ്പം ഒരു 3 ബ്രാഞ്ച് കൂടുതലുള്ള ബ്രാഞ്ചുകളിലൊക്കെ ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ നമുക്ക് എന്താണ് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്, അതല്ലെങ്കിൽ ഒരുപാട് വലിയ വാല്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെസിപ്രോക്കലൊക്കെ എടുത്ത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് 2 വാല്യൂസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ആദ്യം വരച്ചിരിക്കുന്ന ഫിഗറിൽ തന്നിരിക്കുന്ന പോലെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 2 വാല്യൂസേ ഉള്ളൂ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ 1/R equivalent വിൽ ബി ഈക്വൽ ടു എന്താണ്? 1/R1 + 1/R2 അല്ലേ? നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് നോക്കിയാലോ. R1 R2 ഉണ്ടെങ്കിൽ അതിൻ്റെ LCM എന്ന് പറയുമ്പോൾ എന്താണ്? R1 × R2. ഓക്കെ, R1 × R2. അപ്പോൾ ഇപ്പുറത്ത് എന്താ വരിക? R1 + R2 നമുക്ക് മേളിൽ ന്യൂമറേറ്ററിൽ നമുക്ക് വരും. ഓക്കെ, ന്യൂമറേറ്ററിൽ വന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ R equivalent എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇതിൻ്റെ 1/R equivalent അല്ലേ വരിക? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 1/R1 + R2/R1 R2. ഓക്കെ, സോ ദർ വിൽ ബി നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 × R2/R1 + R2. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് 2 റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ R1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ഓമും R2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ഓം ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ R equivalent എന്ന് പറയുന്നത് R1 × R2/R1 + R2, അതായത് 2 × 4/2 + 4, അതായത് 8/6, അതായത് 4/3 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. ഓക്കെ, നമ്മളല്ലാത്ത രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാൽ 1/R equivalent എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? 1/2 + 1/4. 1/2 + 1/4 നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എന്താ? 4 ഡിനോമിനേറ്ററിലായി, LCM ആയി, 2 + 1 ആയി. അപ്പോൾ എത്രയാണ്? 3/4. അപ്പോൾ ഇനി R equivalent എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും. അപ്പോൾ 4/3. രണ്ടും നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇതൊക്കെ ഇരിക്കുന്നു. നമ്മൾ നേരത്തെ സീരീസിൻ്റെ കാര്യം പറഞ്ഞ പോലെ വാട്ട് ഇഫ് നമ്മുടെ ഈ നമ്മുടെ R1ഉം R2ഉം R3ഉം സെയിം വാല്യൂ ആണെന്ന് തന്നെ ഇരിക്കട്ടെ. ഓക്കെ, എല്ലാ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ R equivalent എന്തായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, R equivalent വാല്യൂ എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ R/N ആയിരിക്കും അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ R1 = R2 = R3 = 6 ഓം ആണെന്നിരിക്കട്ടെ. എല്ലാത്തിൻ്റെയും വാല്യൂ, അതായത് 6 ഓം റെസിസ്റ്ററാണ് R1, R2, R3. അങ്ങനെയാണെങ്കിൽ R equivalent എന്ന് പറയുന്നത് R/N, അതായത് 6/N എന്ന് പറയുമ്പോൾ അത് എത്ര നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ 3 ചെയ്യുമ്പോഴത്തേക്ക് എത്രയാണ്? 2 ഓം നമുക്ക് കിട്ടും. നമുക്ക് നോർമൽ രീതിയിലൊന്ന് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നു നോക്കാമല്ലോ. 1/R equivalent = 1/6 + 1/6 + 1/6. ഓക്കെ, സെയിം ആണ്. അപ്പോൾ 3/6. 3/6 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 1/2. അപ്പോൾ R equivalent എന്തായിരിക്കും? ഇതിൻ്റെ റെസിപ്രോക്കൽ 2 ഓം. ആൻസർ കറക്റ്റ് അല്ലേ? സോ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇങ്ങനെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും മറിച്ചും ചോദിക്കാറുണ്ട്. ഇനി വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? സീരീസിൽ ഹയർ ദാൻ ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റർ കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് പറഞ്ഞു, R equivalent എന്ന് പറയുമ്പോൾ. അതുപോലെ നമ്മുടെ ഈ കാര്യത്തിൽ പാരലലിൻ്റെ കാര്യത്തിൽ പറഞ്ഞ എന്താണ്? ലെസ് ദാൻ ദ ലീസ്റ്റ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് R1ൻ്റെ വാല്യൂ 2ഉം R2ൻ്റെത് 4ഉം R3യുടെ വാല്യൂ 6ഉം അല്ലേ നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ തന്നെ എടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ എത്രയാണ്? 2 ഓം ആണ്. അപ്പോൾ അതിനെക്കാട്ടി ചെറിയ വാല്യൂ ആയിരിക്കണം നമ്മുടെ R equivalent എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ എന്താണ്? 1/R equivalent വിൽ ബി ഈക്വൽ ടു എന്താണ്? 1/2 +
1/4 plus 1/6 should be equal to 6 plus 3 plus 2 is equal to 11/12. Therefore R equivalent will be equal to എന്താണ് 12/11 ohm. 12/11 ohm എന്ന് പറയുമ്പോഴത്തേക്കും സംവെയർ അറൗണ്ട് എന്താണ് 1 പോയിന്റ് സംതിങ് ആയിരിക്കും വരിക. അതായത് ലെസ് ദാൻ ഇതെന്ന് പറയുന്നത് 12/11 എന്ന് പറയുന്നത് ലെസ് ദാൻ 2 ആയിരിക്കും എന്തായാലും. ഗ്രേറ്റർ ദാൻ വാല്യൂ അല്ല, കാരണം ഗ്രേറ്റർ ദാൻ വരണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ന്യൂമറേറ്ററിൽ 22-ന് മേളിൽ വന്നാലേ 2-നെ കാട്ടിയും വലിയ വാല്യൂ വരത്തുള്ളൂ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് ഇത് ലെസ് ദാൻ 2 ohm തന്നെയാണ്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയാൽ മതി. ഇങ്ങനെയും നമുക്ക് ചോദിക്കാം, നമുക്കിങ്ങനെ അതിനെ നമുക്ക് എന്താ മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ സീരീസിൻ്റെ കണക്ഷനും പറഞ്ഞു, പാരലൽ കണക്ഷനും പറഞ്ഞു. ഓക്കെ, ഇൻഡിവിജ്വലായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, സീരീസ് കണക്ഷൻ ഇൻഡിവിജ്വലും പാരലൽ കണക്ഷൻ ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞു. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ വന്നാൽ അപ്പോൾ എങ്ങനെയായിരിക്കും അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിപ്പോൾ നമുക്കൊരു സർക്യൂട്ട് ഉണ്ടെന്നിരിക്കട്ടെ. അതായത് നമുക്ക് n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് ആണ്. ഓക്കെ, R1, R2, R3 അങ്ങനെ n റെസിസ്റ്റേഴ്സ് നമുക്ക് അവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, Rn. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. ഇതൊരു ബ്രാഞ്ച് മാത്രം, അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടെന്നിരിക്കട്ടെ. ഓക്കെ, ഇങ്ങനെ ഒരു സർക്യൂട്ടാണ് നമുക്കുണ്ട്. ഓക്കെ, ഒരുപാട് ബ്രാഞ്ചസ്, അതിൽ m നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഉണ്ടെന്നിരിക്കട്ടെ. m. ഓക്കെ, ഇത് ഫസ്റ്റ് ബ്രാഞ്ച്, ഇത് സെക്കൻഡ് ബ്രാഞ്ച്, അങ്ങനെ അപ് ടു m നമ്പർ ഓഫ് ബ്രാഞ്ചസ് നമുക്ക് ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സർക്യൂട്ടിന് അക്രോസ് ഉള്ള, അല്ലെങ്കിൽ ഈ ഒരു രണ്ട് പോയിന്റ് എ ബി എന്ന് പറയുന്ന ഈ ഒരു രണ്ട് പോയിന്റിന് അക്രോസ്, അല്ലെങ്കിൽ ഇതൊരു സർക്യൂട്ടായിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എ ബിയെ നമ്മളൊരു എന്താണ് ഒരു സോഴ്സിന് അക്രോസ് നമ്മൾ കണക്ട് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് അക്രോസ് ഉള്ള ഒരു ഇക്വാലന്റ് റെസിസ്റ്റൻസ് എത്ര ആയിരിക്കും എന്നുള്ളതും കൂടെ നമ്മൾ നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്കെന്താ ആദ്യം ഒരു ബ്രാഞ്ചിൽ അല്ലെങ്കിൽ ഒരു പാത്തിലെ എന്താണ് റെസിസ്റ്റൻസ് നമുക്ക് കാണണം. ഒരു പാത്തിലെ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയായിരിക്കും, ഒരു സീരീസ് പാത്തിലെ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ RS എന്ന് പേര് കൊടുത്തു. ഓക്കെ, അതെന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ട്. അപ്പോൾ n × R ആയിരിക്കും. ഓരോന്നിൻ്റെയും വാല്യൂ എല്ലാം സെയിം ആണ്. ഓക്കെ, അത് കൺസിഡർ ചെയ്യണം. R1, R2, R3 ഇതിൻ്റെ എല്ലാത്തിൻ്റെ അപ് ടു Rn ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂ 6 ആണെന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതിൻ്റെ ഈ RS അല്ലെങ്കിൽ ഒരു പാരലൽ പാത്തിലെ സമ്മ്, അല്ലെങ്കിൽ അതിൽ ഒരു പാരലൽ പാത്തിന് അക്രോസ് ഉള്ള റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ n × R അല്ലെങ്കിൽ NR ഓം ആയിരിക്കും വരിക. അങ്ങനെ നമുക്ക് എത്ര പാരലൽ പാത്ത് ഉണ്ട്, m നമ്പർ ഓഫ് പാരലൽ പാത്ത്സ് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും, ഈ NR ഡിവൈഡഡ് ബൈ m. ഓക്കെ, അതായത് നമുക്കിപ്പോൾ m നമ്പർ ഓഫ് റെസിസ്റ്റൻസ് കണക്റ്റഡ് ഇൻ സീരീസ് അല്ലെങ്കിൽ കണക്റ്റഡ് ഇൻ പാരലൽ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഇൻഡിവിജ്വൽ വാല്യൂ 6 ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R/m ആണെന്ന് നമ്മൾ പറഞ്ഞു, അതല്ലെങ്കിൽ R/n ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ എന്താണ്, അങ്ങനെയുള്ള ഇപ്പോൾ സീരീസ്ലി കണക്ട് ചെയ്തിട്ടുള്ള കുറേ റെസിസ്റ്റേഴ്സ്, n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് സീരീസ്ലി കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള അതൊരു ബ്രാഞ്ച്. അതുപോലെ m നമ്പർ ഓഫ് ബ്രാഞ്ചസ് നമുക്കുണ്ട് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ NR/m ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. ഓക്കെ, സോ ഇങ്ങനെയുള്ളതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ, കോമ്പിനേഷൻ ആയിട്ടും വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതും കൂടെ നോക്കുക. ഇനി ഇത് തന്നെ വേറൊരു രീതിയിലും ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യാം. അതായത് n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് ആയിട്ടുള്ള m നമ്പർ ഓഫ് പാർട്സ് എന്ന് പറയുന്നതിന് പകരം ചിലപ്പോൾ വേറൊരു രീതിയിലും കൂടെ പറയാം. ഞാൻ അതും കൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് ആ രണ്ടാമത്തെ കേസും കൂടെ നോക്കാം. രണ്ടും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. വേറൊന്നുമില്ല, നേരത്തെ നമ്മൾ n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ്, അങ്ങനെ m നമ്പർ ഓഫ് പാരലൽ പാർട്സ് പറഞ്ഞു. ഇവിടെ നേരെ തിരിച്ചാണ്. എന്താണ്, നമുക്ക് m നമ്പർ ഓഫ് പാരലലി കണക്റ്റഡ് റെസിസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, n നമ്പർ ഓഫ് പാരലലി കണക്റ്റഡ് റെസിസ്റ്റൻസ് നമുക്ക് പറയാം. ഓക്കെ, R1, R2, R3 എക്സെട്ര അപ് ടു Rm എന്ന് നമുക്ക് പേര് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഒരു n നമ്പർ ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ n നമ്പർ ഓഫ് ഈ സെറ്റുകൾ, പാരലൽ സെറ്റുകൾ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതും കൂടെ നോക്കാം. ഇങ്ങനൊരു സർക്യൂട്ട് വരികയാണെങ്കിൽ
ഓക്കെ, അതും ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. എന്താണ് R1 R2 R3 up to Rm ആണ് ഇതിൻ്റെ ഒരു സെറ്റിൻ്റെ. ഓക്കെ, സീരീസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള കുറേ സെറ്റുകളുടെ കാര്യമാണ് പറയുന്നത്. നേരത്തെ എന്താണ് സീരീസ് കണക്റ്റഡ് ആയിട്ടുള്ള സെറ്റിൻ്റെ പാരലൽ കോമ്പിനേഷൻ ആയിട്ടാണ് പറഞ്ഞത്. ഇവിടെ അങ്ങനെയല്ല, പാരലൽ കോമ്പിനേഷൻ ആയിട്ടുള്ള ഓരോ സെറ്റിൻ്റെ സീരീസ് കണക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. രണ്ടും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് പറഞ്ഞു വരുമ്പോൾ, എന്നാൽ ചെറിയ വേരിയേഷൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു പാരലൽ സെറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ R ഇക്വാലൻ്റ് അല്ലെങ്കിൽ RP എന്ന് ഞാൻ അതിന് പേര് കൊടുക്കുന്നു. അതിൻ്റെ ഓരോ വാല്യൂം R1 R2 എക്സെട്ര എന്താണ് RM വരെയുള്ള വാല്യൂം സെയിം തന്നെയാണ്, 6 തന്നെയാണ് എങ്കിൽ എന്താണ് R/M ആയിരിക്കും ആ ഒരു പാരലൽ സെറ്റിൻ്റെ ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയുള്ള എത്രയാണ് ഒരു n നമ്പർ ഓഫ്, ഓക്കെ, ഇത് ഒരു സെറ്റ്, ഇത് രണ്ടാമത്തെ സെറ്റ്, അങ്ങനെ ഇത് n നമ്പർ ഓഫ് സെറ്റാണ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ എത്ര വരും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, R/M ആണ് ഒരു സെറ്റിൻ്റെ വാല്യൂ എങ്കിൽ അങ്ങനെ നമ്മൾ n നമ്പർ ഓഫ് സെറ്റ്സ് നമ്മൾ സീരീസ്ലി കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ അതിൻ്റെ ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ R/M നമുക്കറിയാം ഇൻറ്റു n, അത്രയേ ഉള്ളൂ. കാരണം എന്താ, നമ്മൾ ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് ഓഫ് എ സീരീസ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഓരോ സെറ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഓരോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ R-ഉം n നമ്പർ ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ n നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സാണ് നമ്മൾ കണക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ R ഇൻറ്റു n ആണ്, അല്ലെങ്കിൽ NR ആണ് നമ്മളതിൻ്റെ ഇക്വാലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതുപോലൊരു കോമ്പിനേഷൻ സെറ്റ് വരുമ്പോഴത്തേക്ക് എന്താണ് R/M ഇൻറ്റു n ആയിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെയും കൂടെ ശ്രദ്ധിച്ചോളാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതായത് റെസിസ്റ്റൻസ് ഇൻ സീരീസും റെസിസ്റ്റൻസ് ഇൻ പാരലലും ഇൻഡിവിജ്വലി തരുന്നതല്ലാതെ ഇതിൻ്റെ ഒരു എന്താണ് ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ളതും നമുക്ക് തരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാം ഒരേ വാല്യൂസ് ആണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് അതിനെ സോൾവ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതും കൂടെ നമ്മൾ നോട്ട് ചെയ്തോളാം. ഓക്കെ.